നമസ്കാരം. ഹെവൻലി ഗേറ്റിൽ ആ സഹോദരനും സഹോദരിയും വല്ലാത്ത അക്ഷമയോടുകൂടി മാർക്ക് ഫെല്ലർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ താൻ താമസിക്കുന്ന അനുസരിച്ച് അവർ രണ്ടുപേരും അവരുടെ അനിഷ്ടം പ്രകടമാക്കുന്നുണ്ട്. അവർ ആ അനിഷ്ടം പ്രകടമാക്കുമ്പോൾ ഷെനിയാനിക്ക് വല്ലാത്ത സങ്കടത്തോടുകൂടി താഴ്മയായിട്ട് അവരോട് സംസാരിക്കുകയാണ്. ഷെനിയാനിക്കിന്റെ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് ഊഹിക്കാം ഷെനിയാനിക്കിന് അവരെ പിണക്കാൻ വല്ലാത്തൊരു മടിയുണ്ട്. ഈ നാടകം ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിലാണ് മാർക്ക് ഫെല്ലർ സ്ഥലത്തെത്തുന്നത്. മാർക്ക് നടന്ന് അവരുടെ അടുത്തെത്തി. നിങ്ങളാണോ എന്നെ അന്വേഷിച്ച് വന്നത്? എതിരെ ഇരിക്കുന്ന ആ ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരിയും വലിയ ബഹുമാനമൊന്നും കൊടുക്കാതെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാർക്ക് അങ്ങനെ ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ മാർക്കോട് ചോദിച്ചു, നിങ്ങളാണോ സെക്ഷൻ മാസ്റ്റർ? ഞാനാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞങ്ങള് ഹോളി റീജിയനിൽ നിന്ന് ഇവിടെ വന്നത്. ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ചില ആളുകളുടെ സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് ലഭിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് ഞങ്ങൾ വന്നത്. അത് കേട്ടതും മാർക്ക് അവരോട് ചോദിച്ചു, അല്ല ഞങ്ങളെ ഈ സപ്പോർട്ട് നൽകിയാൽ ഞങ്ങൾക്ക് എന്താ ഫലം? നിങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ട് നൽകുകയാണെങ്കിൽ ഉറപ്പായും ഹോളി റീജിയനിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു കോട്ട എനിക്ക് തരാൻ പറ്റും. നിങ്ങൾ എത്ര ആളുകളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഈ പ്രാവശ്യം 30 ആളുകളെ കൊണ്ടുപോകാൻ പോകുന്നത്. ഓക്കെ, 30 ആളുകളെ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ 20 ആളുകളുടെ കോട്ട ഞങ്ങൾക്ക് നൽകാമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന അത്രയും ആളുകളെ ഞങ്ങൾ ഇവിടുന്ന് തരികയും ചെയ്യും. മാർക്ക് ഫെല്ലർ കണ്ടീഷൻസ് പറയാൻ വളരെ മിടുക്കനാണ്. മാർക്ക് ആ കണ്ടീഷൻ വളരെ വ്യക്തമാക്കി പറഞ്ഞതും ആ സഹോദരനും സഹോദരിയും ഒന്ന് മുഖത്തോട് മുഖം നോക്കി പോവുകയാണ്. അവരുടെ ലക്ഷ്യം നേടാൻ അവർക്ക് ആളുകൾ വേണം. ആ ആളുകളെ കിട്ടാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഹെവൻലി ഗേറ്റ് ആണെന്ന് അവർ ഈ പൈറോയിലെത്തി പല സ്ഥലങ്ങളും കറങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ സഹോദരനും സഹോദരിയും ഒന്ന് കണ്ണുകൾ കൊണ്ട് സംസാരിച്ചിട്ട് മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഹെവൻലി ഗേറ്റുമായി ബന്ധപ്പെട്ട 20 ആളുകളെ ഹോളി റീജിയനിലേക്ക് കൊണ്ടുപോകാമെന്ന് ആ സഹോദരനും സഹോദരിയും സമ്മതിച്ചപ്പോൾ മാർക്ക് ഫെല്ലർ ഷെനിയാനിക്കിനോട് പറഞ്ഞു, ഷെൻ, ഒരു ലിസ്റ്റ് തയ്യാറാക്ക്. നമുക്ക് ഇവർക്ക് ആവശ്യമുള്ള ആളുകളെ ഇപ്പൊ കൊടുക്കണം. ആ ഹെവൻലി ഗേറ്റിൽ മിടുക്കരായ ഒരുപാട് ആളുകളുണ്ട്. അതിൽ നിന്ന് 10 ആളുകളെ ഷെനിയാനിക് അതിവേഗം റെഡിയാക്കി. ആ ആളുകളെ റെഡിയാക്കി കഴിഞ്ഞതും ഷെനിയാനിക് അത് മാർക്കിനെ റിപ്പോർട്ട് ചെയ്തു. മാർക്ക് ആ എതിരെ ഇരിക്കുന്ന ചെറുപ്പക്കാരോടായി പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെട്ട 10 ആളുകളെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും സന്തോഷത്തോടെ മാർക്കിനോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ മിഷൻ ആരംഭിക്കാം. അയാൾ അത് പറഞ്ഞതും ഒരു സ്ത്രീ ശബ്ദം പെട്ടെന്ന് അവിടെ കേൾക്കുകയാണ്. അല്ല, നിങ്ങളുടെ മിഷൻ എന്താണെന്ന് നിങ്ങൾ ഇതുവരെയും പറഞ്ഞില്ലല്ലോ. ഷെനിയാനിക്കിന് പകരം മറ്റൊരു സ്ത്രീ ശബ്ദം അങ്ങനെ ഉയർന്നു കേട്ടപ്പോൾ ലിനോയ് ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഒന്ന് തിരിഞ്ഞു. അവിടെ അയാൾ കാണുന്നത് സുന്ദരിയായ ഒരു യുവതിയാണ്. ആ യുവതിയെ കണ്ടതും ലിനോയുടെ കണ്ണുകൾ ശരിക്കും പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരികയാണ്. അയാള് ഹോളി റീജിയനിൽ നിന്ന് അവിടേക്ക് വന്നത്. ഹോളി റീജിയനിൽ ഒരുപാട് സുന്ദരികളെയൊക്കെ അയാൾ കാണുന്നതാണ്. പക്ഷേ ഹോളി റീജിയനിൽ അയാൾ കാണുന്ന ഏത് സുന്ദരിയേക്കാളും സുന്ദരി തന്നെയാണ് ഇപ്പോൾ അയാളുടെ മുന്നിൽ നിൽക്കുന്ന ആ സ്ത്രീ. അവിടെ നിൽക്കുന്നത് സാക്ഷാൽ വിന്നി ഫാങ് ആണ്. വിന്നി ഫാങ്ങിനെ കണ്ട് കണ്ണുകൾ പുറത്തേക്ക് ചാടിപ്പോയ ലിനോയി അമ്പരപ്പോടെ വിന്നിയെ അങ്ങനെ നോക്കുമ്പോൾ അവന്റെ അടുത്തിരിക്കുന്ന അവന്റെ സഹോദരി യാനിഷ അവനെ ഒന്ന് തട്ടിക്കൊണ്ട് യാനിഷ പതുക്കെ ശബ്ദം ഉണ്ടാക്കി. അപ്പോഴാണ് ലിനോയി ശരിക്കും ബോധത്തിലേക്ക് വരുന്നത്. വിന്നി ഫാങ്ങിനെ കണ്ട് ബോധം നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥയിലായിരുന്നു യഥാർത്ഥത്തിൽ ലിനോയി ആ പെൺകുട്ടിയോട് ചോദിച്ചു, ഏയ് സുന്ദരി, ഈ നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് വിന്നി എന്നാണ്. എന്താ ചോദിച്ചത്? അല്ല, ഈ നിങ്ങൾ നല്ല രസമുണ്ട് കാണാൻ. അതൊന്നും സാരമില്ല. പിന്നെ ഞാൻ ചോദിച്ചതിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. എന്താ നിങ്ങളുടെ മിഷൻ? അതാണോ? ഞങ്ങൾ ഇവിടെ ഈ ഭൂമിയിലേക്ക് വന്നത് ചില കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയാണ്. കാര്യങ്ങൾ കണ്ടെത്താനോ? അതെ, ഇവിടെ അമൂല്യങ്ങളായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കണ്ടെത്താനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ എന്തായി പറയുന്നത്? ഹോളി റീജിയനിൽ ഇല്ലാത്ത എന്ത് കാര്യമാ ഇവിടെ ഈ ഭൂമിയിലുള്ളത്? സുന്ദരി ചോദിച്ച ചോദ്യം ശരിയാണ്. ഹോളി റീജിയനിൽ എല്ലാം ഉണ്ട്. എന്നാലും ചില കാര്യങ്ങൾ ചില സ്ഥലത്ത് അഡീഷണലായി കാണുമല്ലോ. അങ്ങനെ ചില കാര്യങ്ങൾ ഇവിടെ ഈ ഭൂമിയിലും ഉണ്ട്. അത് കണ്ടുപിടിക്കാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അത് കണ്ടുപിടിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ആളുകളെ ഹോളി റീജിയനിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യും. ലിനോ ഈ വിന്നി ഫാങ്ങിനോട് അങ്ങനെ സംസാരിച്ചതും മാർക്ക് ഫെല്ലർ ലിനോയോട് ചോദിച്ചു, ഏയ് മിസ്റ്റർ ലിനോയ്, നിങ്ങൾക്ക് ഹോളി റീജിയനിലെ ബ്ലാക്ക് കുടുംബത്തെ അറിയാവോ? മാർക്ക് ഫെല്ലർ ചോദ്യം കേട്ടതും ലിനോയ് മാർക്കിനെ ഒന്ന് അളന്നു നോക്കിക്കൊണ്ട് മാർക്കിനോടായി പറഞ്ഞു, ഹേയ് മിസ്റ്റർ മാർക്ക്, ഇതെന്ത് ചോദ്യമാ എന്നോട് ചോദിക്കുന്നത്? ഹോളി റീജിയനിൽ
ബ്ലാക്ക് കുടുംബത്തെ അറിയാത്ത ആരാ ഉള്ളത്? ഹോളി റീജിയനിൽ 9 പ്രധാന കുടുംബങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബമാണ് ഈ ബ്ലാക്ക് കുടുംബം. പൈറോയിൽ അനവധി പ്രഭു കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബം ഇപ്പോഴും ബ്ലാക്ക് കുടുംബമാണ്. അതേ അവസ്ഥയാണല്ലോ ഹോളി റീജിയനിലും. അങ്ങനെ ഒരു ചിന്തയാണ് പെട്ടെന്ന് മാർക്കിന്റെ മനസ്സിലേക്ക് വന്നത്. മാർക്ക് കൗതുകത്തോടെ ലിനോയ് തന്നെ നോക്കിയിരിക്കുന്ന കണ്ടതും ലിനോയ് കിട്ടിയ അവസരം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അവൻ എല്ലാവരോടായി പറഞ്ഞു, നിങ്ങൾ ഹോളി റീജിയനിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് കുടുംബത്തെക്കുറിച്ച് കൂടുതൽ അറിയും. ബ്ലാക്ക് കുടുംബം നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലുള്ള ഒരു സിസ്റ്റമോ സംവിധാനമോ അല്ല. അവര് ഹോളി റീജിയനിലെ രാജാക്കന്മാർ തന്നെയാണ്. നിങ്ങൾക്ക് അറിയുമോ, ഈ അടുത്ത കാലത്തായി ബ്ലാക്ക് കുടുംബത്തിൽ ഒരു സുന്ദരി എത്തിയിട്ടുണ്ട്. ആ സുന്ദരിയാണ് ഇപ്പൊ ബ്ലാക്ക് കുടുംബത്തിലെ പ്രധാന ആകർഷണ കേന്ദ്രം. ആ സുന്ദരിയുടെ ബ്ലഡ് ലൈൻ അത്ര പെർഫെക്റ്റ് ആണ്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ് ലൈൻ ഹോളി റീജിയനിൽ ആർക്കുമില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ആ സുന്ദരിയായിരിക്കും ഭാവിയിൽ ബ്ലാക്ക് കുടുംബത്തിന് തലപ്പത്ത് വരിക. അത്രയും കാര്യങ്ങൾ ലിനോയ് പറഞ്ഞതും മാർക്ക് ഫെല്ലർ ലിനോയോട് ചോദിച്ചു, ആ സുന്ദരി എമിലി ബ്ലാക്ക് അല്ലേ? മാർക്ക് ഫെല്ലറുടെ ചോദ്യം കേട്ടപ്പോ ലിനോയ് അമ്പരപ്പോടെ മാർക്കിനൊന്ന് നോക്കി. എന്നിട്ട് അയാൾ മാർക്കിനോട് ചോദിച്ചു, ഏയ് നിനക്ക് എമിലി ബ്ലാക്കിനെ അറിയോ? ആ അറിയും. എങ്ങനെ അറിയാം? അവൾ എന്റെ ഭാര്യയാണ്. അവൾ എന്റെ ഭാര്യയാണെന്ന് മാർക്ക് ഫെല്ലർ പറഞ്ഞതും ലിനോയും ലിനോയുടെ സഹോദരിയും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. അടുത്ത നിമിഷത്തിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് പൊട്ടിച്ചിരിച്ചു. നീ എന്തായി പറയുന്നത്? എമിലി ബ്ലാക്കിന്റെ ഭർത്താവാണ് നിങ്ങളെന്നോ? ഏയ്, മനുഷ്യന്മാർ തമാശ പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇത്ര ഒരു തമാശ അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ലിനോയ് എമിലിയുടെ ഭർത്താവാണ് മാർക്ക് എന്നുള്ള കാര്യം അംഗീകരിക്കുവാനേ തയ്യാറല്ല. അവനെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല എന്ന് അറിയാവുന്ന മാർക്ക് പിന്നീട് ആ വിഷയം സംസാരിക്കാനും തയ്യാറായില്ല. മാർക്ക് ചിരിച്ചുകൊണ്ട് ലിനോയോട് പറഞ്ഞു, ഓക്കെ, അത് വിട്, നിനക്ക് എങ്ങോട്ടാ പോവേണ്ടത്? അത് കേട്ടതും ലിനോയും ലിനോയുടെ സഹോദരി യാനിഷിയും എണീറ്റു. യാനിഷിയാണ് മൂത്തത്. അവര് ടീമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാർക്കിനൊപ്പം ചാങ്മാങ്ങും ഉണ്ട്. മാർക്കും ചാങ്മാങ്ങും ആ ടീമിന്റെ പുറകെ നടക്കുകയാണ്. ചാങ്മാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അവൻ ലേശം ഓവർ അല്ലേ? എനിക്കാണെങ്കിൽ അവനിട്ട് 2 പൊട്ടിക്കാൻ തോന്നുകയാണ്. ഏയ് ചാങ്, വിട്. ഒന്നുമില്ലെങ്കിൽ അവർ ഹോളി റീജിയനിൽ നിന്ന് വന്നവരല്ലേ. നമുക്ക് ഹോളി റീജിയനിലേക്ക് കടക്കണമെങ്കിൽ ഇവന്റെയൊക്കെ സഹായം വേണ്ടി വരും. ഹോളി റീജിയനിലെ ഏതൊരു ചെറിയ പരിപാടിയുമായി കണക്റ്റഡ് ആയിട്ടുള്ള 2 ആളുകളാണ് ആ ലൂമാൻ സഹോദരങ്ങളെന്ന് അവരുടെ സംഭാഷണം കേട്ടപ്പോഴേ മാർക്കിന് മനസ്സിലായി. ബ്ലാക്ക് കുടുംബത്തെയൊക്കെ വളരെ വലിയ സംവിധാനമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ കാണുന്നത്. ബ്ലാക്ക് കുടുംബത്തിന്റെ നിലവാരത്തിലേക്ക് അവന് ഒരിക്കലും എത്താൻ കഴിയില്ല എന്ന് അവന്റെ സംഭാഷണം വിളിച്ചു പറയുന്നുമുണ്ട്. അതിൽ നിന്നാണ് മാർക്ക് ആ ലൂമാൻ സഹോദരങ്ങളെ കുറിച്ച് ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കിയത്. മാർക്ക് ഫെല്ലറെയും ചാങ് മാങ്ങിനെയും വിനി ഫാങ്ങിനെയും ആ 10 സഹായികളെയും കൊണ്ട് അനവധി സ്ഥലത്തൂടെ കറങ്ങി ആ ലൂമൻ സഹോദരങ്ങൾ എത്തിച്ചേർന്നത് ജിങ്ദൂന് സമീപത്തുള്ള ആ ഗ്രീൻ പാർക്കിലാണ്. മാർക്ക് ഫെല്ലറും ജിനേവോ ബ്ലാക്കും തമ്മിൽ ഏറ്റുമുട്ടിയ അതേ പാർക്ക്. ആ പാർക്ക് ഒരു വല്ലാത്ത നിശബ്ദത അടങ്ങിയ പാർക്കാണ്. ആ പാർക്കിലേക്ക് കിടക്കുന്ന ഏവർക്കും ഒരു ഭീതി അനുഭവപ്പെടും. ശരിക്കും ഒരു ഭയാനകമായ അന്തരീക്ഷം അവിടെ ഉണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യത്തില്ല. എന്നാലും ആ പാർക്കിനകത്തേക്ക് കടക്കാനും അതിനകത്തൂടെ നടക്കാനും ആളുകൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും ആ പാർക്ക് പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുകയാണ്. ആ പാർക്ക് ഉപേക്ഷിക്കപ്പെട്ടിട്ട് കാലം ഒരുപാടായി. അതിൻ്റെതായ റിസൾട്ട് ആ പാർക്കിലേക്ക് കിടക്കുന്ന ആർക്കും കാണാം. ചെടികൾ തലങ്ങും വിലങ്ങും വളർന്നു കിടക്കുകയാണ്. മാർക്ക് ഫെല്ലറും ജിനാവോ ബ്ലാക്കും തമ്മിൽ ഏറ്റുമുട്ടിയതിന്റെ അവശിഷ്ടങ്ങളും അവിടേക്ക് ഉണ്ട്. അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആ പാർക്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പല മരങ്ങളും പിഴുതു വീണിരിക്കുകയാണ്. സ്ഥലങ്ങളൊക്കെ ഏതാണ്ട് കിളച്ചു മറിച്ചതുപോലെ കിടക്കുകയാണ്. ആ ഭാഗത്തേക്കാണ് ആ ലൂമാൻ സഹോദരങ്ങൾ മാർക്കിനെയും കൂട്ടരെയും കൊണ്ടെത്തിച്ചത്. അത് കണ്ടതും മാർക്ക് അവന്മാരോട് ചോദിച്ചു പോവുകയാണ്, ഏയ് ഇവിടേക്കാണോ നിങ്ങൾ വന്നത്? മാർക്ക്, ഇവിടേക്ക് തന്നെയാണ് ഞങ്ങൾ വന്നത്. കാൻസിറ്റിയിൽ നിന്ന് നേരിട്ട് ന്യൂ സെലസിലേക്ക് വിമാനങ്ങളുണ്ട്. അതിലൊന്നും കയറാതെ അനവധി ഊടുവഴികളിലൂടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഇവിടേക്ക് എത്തേണ്ട ഒരു കാര്യമല്ലല്ലോ എന്നാണ് പെട്ടെന്ന് ചാങ്മാങ്ങിന് തോന്നിയത്. ചാങ്മാങ് ആ ചോദ്യം ചോദിച്ചില്ലെന്ന് മാത്രം. ഈ സമയത്ത് ആ ലിനോയി ലൂമാൻ അവന്റെ മാജിക് ആർട്ടിഫാക്റ്റിൽ നിന്ന് കുറെ കൊടികൾ പുറത്തേക്കെടുത്തു. ചെറിയ കൊടികളാണ്. ആ കൊടികൾ അയാൾ ആ ഗ്രീൻ പാർക്കിന് ചുറ്റുമായി കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ്. അയാൾ ആ കൊടികൾ സ്ഥാപിക്കുന്നത് വല്ലാത്ത കൗതുകത്തോടെയാണ് മാർക്ക് ഫെല്ലറും കൂടെയുള്ളവരും നോക്കിക്കാണുന്നത്. ആ കൊടികളെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞതും ലിനോയ് കണ്ണുകൾ അടച്ചു പിടിച്ചു. കണ്ണുകൾ അടച്ചു പിടിച്ചതിന് ശേഷം
അയാൾ എന്തോ മന്ത്രം ചൊല്ലി തുടങ്ങിയാണ്. അയാളുടെ മന്ത്രം ചൊല്ലൽ ഏതാനും മിനിറ്റുകൾ പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ ഒരു അനക്കം മാർക്കിനും കൂട്ടർക്കും അനുഭവപ്പെട്ടു. ആ ഗ്രീൻ പാർക്കിനകം ഏതാണ്ട് പൂർണ്ണമായും അനങ്ങി തുടങ്ങി. ലിനോയും മാർക്കും ടീമും നിൽക്കുന്നതിന് അപ്പുറത്താണ് ഈ കൊടികളൊക്കെ വെച്ചിരിക്കുന്നത്. ആ കൊടികൾ ഇരിക്കുന്നതിന് അകമാണ് അനങ്ങുന്നത്. ഇതെന്താ സംഭവിക്കുന്നത്? ആ ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. എല്ലാവരും ലേശം പരിഭ്രമത്തോടെ ആ അനങ്ങുന്ന ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ അനക്കത്തിന്റെ ശക്തി അങ്ങ് കൂടി. അവർക്ക് മുന്നിൽ കാണുന്ന ആ ഗ്രീൻ പാർക്ക് മൊത്തം ഒന്ന് കുലുങ്ങിയിട്ട് പതുക്കെ പതുക്കെ ആ മണ്ണ് ഇടിഞ്ഞു തുടങ്ങി. മണ്ണിടിയുമ്പോൾ ആ മണ്ണിന് മുകളിൽ ഉണ്ടായിരുന്ന മരങ്ങളും കൺസ്ട്രക്ഷൻസും എല്ലാം ഇടിഞ്ഞു വീഴുകയാണ്. അതിശക്തമായ ഒരു ഭൂമി കുലുക്കം ആ കൊടികൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തിന് അകത്തായി മാത്രം സംഭവിക്കുന്ന ഒരു പ്രതീതി. മരങ്ങളൊക്കെ താഴെ അടർന്നു വീണു, കുന്നുകളൊക്കെ ഇടിഞ്ഞു താഴുകയാണ്. ആ ഭാഗത്തൂടി കടന്നു പോകുന്ന പാർക്കിലെ റോഡുകളും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന സിമന്റ് ബെഞ്ചുകളും ഒക്കെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതായി. ആ സമയത്തും ലിനോയി കണ്ണടച്ച് നിൽക്കുകയാണ്. ലിനോയി കണ്ണടച്ച് നിന്നുകൊണ്ട് പെട്ടെന്നാണ് കൈ ഇങ്ങനെ മുകളിലേക്ക് ആക്കിയത്. ശരിക്കും അയാൾ എന്തോ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പോലെ ആ രണ്ട് കൈകളും അങ്ങനെ ഉയർത്തുമ്പോൾ ആ ഗ്രീൻ പാർക്കിനകത്ത് മരങ്ങളും ചെടികളും ഒക്കെ ഇടിഞ്ഞു വീണ് മണ്ണ് ഇളകി തെറിച്ചുകൊണ്ടിരുന്ന ആ ഭാഗത്തുനിന്ന് അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടാവുകയാണ്. ലിനോയി ആ കൈ മുകളിലേക്ക് ഉയർത്തുന്നതനുസരിച്ച് താഴെയുള്ള മണ്ണ് പൂർണ്ണമായും ഇളകി മുകളിലേക്ക് വന്നു. ആ മണ്ണ് മുകളിലേക്ക് വന്നതും ലിനോയി കണ്ണ അടച്ചു പിടിച്ചുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തേക്കായി കൈ നിവർത്തി. അതിന്റെ ഫലമായി മുകളിലേക്ക് വന്ന മണ്ണ് സാവധാനം രണ്ട് ഭാഗത്തേക്കായി അങ്ങ് മാറുകയാണ്. മണ്ണ് ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് പൊങ്ങി വന്ന് രണ്ട് ഭാഗത്തായി വന്ന് വീഴുകയാണ്. വളരെ വിശാലമായ ഒരു ഏരിയയിൽ മണ്ണ് 4 ഭാഗത്തായി മാറി വീഴുന്ന രസകരമായ ഒരു കാഴ്ചയാണ് മാർക്ക് ഫെല്ലറും കൂട്ടരും കാണുന്നത്. അവരാരും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി അതിനു മുമ്പ് കണ്ടിട്ടുള്ളവരല്ല. ഹോളി റീജിയനിലെ ആളുകളുടെ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി എന്ന് മാത്രമേ മാർക്കിനും കൂട്ടർക്കും അതിനെ വിളിക്കാൻ പറ്റൂ. മാർക്കിന്റെയും കൂട്ടരുടെയും ആ അന്തം വിട്ടുള്ള നിപ്പ് ലിനോയുടെ സഹോദരി യാനിഷ നന്നായി ആസ്വദിക്കുന്നുണ്ട്. അവൾ കണ്ണടച്ച് ആ മന്ത്രജപത്തിൽ മുഴുകി നിൽക്കുന്ന സഹോദരനെയും മാർക്കിനെയും കൂട്ടരെയും ഒരേപോലെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. സകലരും ആ മുൻപിൽ സംഭവിക്കുന്ന കാര്യത്തിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതിവിശാലമായ ഒരു ഏരിയയിലെ മണ്ണും മരങ്ങളും സകലതും മാറ്റപ്പെട്ട് കഴിഞ്ഞതും കണ്ണഞ്ചിക്കുന്ന ഒരു കാഴ്ച അവർ കണ്ടു. ഒരു കൂറ്റൻ കോമ്പൗണ്ടാണ് അവരുടെ മുന്നിൽ ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. എത്രയെങ്കിലും ഏക്കർ വിസ്താരത്തിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു രാജധാനി എന്ന് വിളിക്കാൻ കഴിയുന്നത് പോലുള്ള ഒരു സ്ഥലം. പക്ഷെ അത് രാജധാനി ആണോ ചോദിച്ചാൽ അല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ശൈലിയിൽ അവിടെ ഒരു ശവകുടീരത്തിന്റെ സാന്നിധ്യം അവർ കാണുകയാണ്. ഏതോ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അതിശക്തരായ ആരുടെയൊക്കെ ശവകുടീരങ്ങൾ അവിടെ ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ വ്യക്തമാകുന്നത് അത് മാത്രമാണ്. ആ കോമ്പൗണ്ട് ഏതാണ്ട് പൂർണ്ണമായും ക്ലിയർ ആയതും ലിനോയി കണ്ണു തുറന്നു. അവന്റെ മുൻവശത്ത് അവൻ കണ്ട ആ കാഴ്ചയിലേക്ക് തന്നെ അവനങ്ങനെ അല്പനേരം നിർനിമിഷനായി നോക്കി നിന്നു പോവുകയാണ്. ഒരു കൂറ്റൻ കോട്ടമതിൽ. ആ കോട്ടമതിലിന്റെ മറുഭാഗം വിടുന്നു നോക്കിയാൽ കാണാൻ കഴിയത്തില്ല. അത്ര വിദൂരതയില് ആ മതിലങ്ങനെ നീണ്ടു പോവുകയാണ്. ആ മതിലിനകത്ത് ആദ്യം കാണുന്നത് വിശാലമായ ഒരു പ്രാക്ടീസ് ഗ്രൗണ്ടാണ്. പണ്ട് കാലത്ത് അവിടെ ആയോധന കലകൾ പഠിപ്പിച്ചിരുന്നുവെന്ന് തോന്നുന്ന ശൈലിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ആ ഗ്രൗണ്ടിന് സമീപത്തായി ഒരു നടപ്പാതയുണ്ട്. ആ നടപ്പാത മുന്നോട്ട് പോകുമ്പോൾ വലതു ഭാഗത്തായി ബിൽഡിങ്ങുകൾ കാണാം. എത്രയോ കാലങ്ങൾക്ക് മുന്നേ നിർമ്മിക്കപ്പെട്ട ബിൽഡിങ്ങുകളാണ് അവയെന്ന് വിളിച്ചു പറയുന്ന ശൈലിയിലാണ് അവയുടെ നിർമ്മാണം. ഏറ്റവും കുറഞ്ഞത് ഒരു 10 നൂറ്റാണ്ടെങ്കിലും മുന്നെയാണ് ആ കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ മാർക്കിന് അങ്ങനെയാണ് തോന്നിയത്. 1000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട ഒരു കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെയുണ്ട്. പക്ഷെ ആ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് ശവകുടീരവുമായി ഒരു കണക്ഷനുമുണ്ട്. മാർക്ക് ഫെല്ലർ ആ കാഴ്ചയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വിന്നി ഫാങ് ലിനോയോട് ചോദിച്ചു, മിസ്റ്റർ ലിനോയ്, എന്താ ഈ സംഭവം? സുന്ദരി, ഇത് പണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന അതിശക്തനായ ഒരു യോദ്ധാവുമായി കണക്ട് ചെയ്യപ്പെട്ട ഏരിയയാണ്. ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായി പല കാര്യങ്ങളുമുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് നിങ്ങളുടെയൊക്കെ സഹായം ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങളെ തേടി വന്നത്. ലിനോയ് വളരെ വ്യക്തമായും അവന്റെ ഉദ്ദേശശുദ്ധി വ്യക്തമാക്കുകയാണ്. അവന്റെ ഉദ്ദേശശുദ്ധി വ്യക്തമാക്കിയതിനു ശേഷം ലിനോയ് മാർക്കിനൊപ്പം വന്ന ആ ആളുകളെ നോക്കി. അവരോടായി ലിനോയ് പറഞ്ഞു, ഹലോ, നിങ്ങൾ ആ സ്ഥലത്തേക്ക് ചെന്ന് അവിടെ മുഴുവൻ ഒന്ന് പരിശോധിക്കണം. അത് പരിശോധിക്കാനായിട്ടാണ് നിങ്ങളെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. അത് കേട്ടതും ആ ആളുകൾ ലേശം വിമിഷത്തോടെ മിസ്റ്റർ ലിനോയോട് പറഞ്ഞു,
അല്ല മിസ്റ്റർ ലിനോയ്, അകത്തേക്ക് ഞങ്ങൾ മാത്രമാണോ പോകേണ്ടത്? ആ ചോദ്യം അവർ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ആ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും വെളിവായതിനു ശേഷം അവർക്കൊരു പ്രഷർ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരു വല്ലാത്ത ഭയം ആ പ്രഷർ അവരിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ആ പാർക്കിൽ ആരും വരാതിരുന്നതിന്റെ കാരണം ആ പ്രഷർ തന്നെയാണ്. അതിശക്തമായ പ്രഷർ ആ പാർക്കിന്റെ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ അവർക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ കോമ്പൗണ്ടിനകത്തേക്ക് കടക്കുമ്പോൾ കൂടുതൽ പ്രഷർ അനുഭവപ്പെടുമെന്ന് അവർക്ക് ബോധ്യമായതുകൊണ്ടാണ് അവരുടെ മുഖത്ത് ആ വെമ്മിഷ്ടം അനുഭവപ്പെട്ടത്. അത് കണ്ടതും ലിനോയ് അവരോട് പറഞ്ഞു, ഏയ്, നിങ്ങൾക്ക് ഹോളി റീജിയനിലേക്ക് വരണ്ടേ? ഹോളി റീജിയനിലേക്ക് വരാൻ നിങ്ങൾ യോഗ്യരാണോ എന്ന് എനിക്ക് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം ഈ ആക്ടിവിറ്റിയിൽ സഹകരിച്ചാലേ പറ്റൂ. ലിനോയ് ആ ചോദ്യം ചോദിച്ചതും ആ 10 ആളുകളും രണ്ടാമതൊന്നും ആലോചിക്കാതെ ആ കോമ്പൗണ്ടിന് നേരെ നടന്നു തുടങ്ങി. അവർ ആ കോമ്പൗണ്ടിന് നേരെ നടക്കുന്ന കണ്ടതും മാർക്ക് ഫെല്ലർ അവരങ്ങ് തടുത്തു. മാർക്ക് അവരോട് പറഞ്ഞു, നിക്ക്, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അകത്തോട്ട് പോയാൽ മതി. മാർക്ക് അവരെ തടയുന്ന കണ്ടതും ലിനോയ് മാർക്കോട് ചോദിച്ചു, മിസ്റ്റർ മാർക്ക്, നിങ്ങൾ എന്തിനാ അവരെ തടയുന്നത്? അവർ പോയി അകത്ത് എന്താ ഉണ്ടെന്ന് നോക്കട്ടെ. ഹേയ് മിസ്റ്റർ ലിനോയ്, അവര് മാർഷൽ ആർട്ടിസ്റ്റുകളാണ്. മാർഷൽ ആർട്ടിസ്റ്റ് മേഖലയിൽ അവർ അത്ര പ്രഗത്ഭരൊന്നും അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടേക്ക് പോയി തിരക്കി വിവരം ശേഖരിക്കാൻ ലേശം പാടായിരിക്കും. നിങ്ങൾ ഹോളി റീജിയനിൽ നിന്ന് വരുന്ന ആളുകളല്ലേ, നിങ്ങൾക്ക് എളുപ്പം അവിടെ പോയി കാര്യം തിരക്കാമല്ലോ. കാര്യം തിരക്കിന് ശേഷം എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവരെ സഹായത്തിന് കൂടെ കൂട്ടണോ വേണ്ടിയൊന്ന് നമുക്ക് തീരുമാനിക്കാം. മാർക്ക് വളരെ സിമ്പിളായിട്ടാണെങ്കിലും ആ ആളുകളെ വിടില്ലെന്നുള്ള കാര്യം ലിനോയോട് സൂചിപ്പിച്ചതാണ്. അത് കേട്ടതും ലിനോയുടെ മുഖത്ത് ഒരു അസംതൃപ്തി ഉണ്ടായി. ലിനോയ് മാർക്കിനോട് പറഞ്ഞു, ഏയ്, നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ ഈ കാര്യത്തിൽ ഇടപെടുന്നത്? അവര് എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ അവരെ ഹോളി റീജിയനിലേക്ക് കൊണ്ടുപോകത്തില്ല. അങ്ങനെ ലിനോയ് പറഞ്ഞതും ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കായിരുന്ന ചാങ്മാങ് ലിനോയെ പൊക്കിയെടുത്ത് ഒറ്റയേറി. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ചാങ്മാങ് ലിനോയെ എടുത്തു പൊക്കുന്നതും എറിയുന്നതും. ലിനോയെ ചാങ്മാങ് എടുത്തെറിഞ്ഞത് ആ കോമ്പൗണ്ടിന് ഉള്ളിലേക്കാണ്. ആ കോമ്പൗണ്ടിന് ഉള്ളിലായി നമ്മൾ കാണുന്ന ആ ആയോധന വിദ്യകൾ അഭ്യസിക്കാനായി തയ്യാറാക്കിയിട്ടിരിക്കുന്ന ആ ഗ്രൗണ്ടിലേക്കാണ് ചാങ്മാങ് ലിനോയെ എടുത്തെറിഞ്ഞത്. തികച്ചും അപ്രതീക്ഷിതമായിട്ട് എടുത്തെറിയപ്പെട്ടപ്പോ തറയെ വീണ ലിനോയ് വല്ലാത്ത ദേഷ്യത്തോടെ ചാങ്മാങ്ങിനോട് പറഞ്ഞു, ഏയ്, നിങ്ങൾ എന്തായി കാണിച്ചത്? മിസ്റ്റർ ലിനോയ്, ഇവിടെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. എന്താണ് എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്ന് നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ആ എക്സ്പ്ലോറേഷന് നേതൃത്വം കൊടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ഇവിടെ കരയിൽ നിന്നിട്ട് കാര്യം പറഞ്ഞാൽ ആരും അനുസരിക്കില്ല. ഇനി നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ ചിലപ്പോൾ വന്നേക്കും. അങ്ങനെ ചാങ്മാങ് പറഞ്ഞതും ലിനോയ് ആ ഗ്രൗണ്ടിൽ നിന്ന് കരയിൽ നിൽക്കുന്ന അവന്റെ സഹോദരിയെ ഒന്ന് നോക്കി. സഹോദരിയും സഹോദരനും കൂടി വളരെ ആലോചിച്ചുറച്ച് ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കിയാണ് ഹെവൻലി ഗേറ്റിൽ എത്തിയതും അവിടെ നിന്ന് ആളുകളുമായി ഇവിടെ എത്തിയതും. ആ പ്ലാനാണ് ഇതാ പൊളിയുന്നത്. അവര് ഉണ്ടാക്കിയ പ്ലാനിനകത്ത് ഒരു കാര്യമുണ്ട്. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് അടക്കം ചെയ്യപ്പെട്ട ഒരാളുടെ ശവകുടീരം അകത്തുണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ സീനിയേഴ്സ് വഴിയാണ് ആ ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയത്. ആ ശവകുടീരം എക്സ്പ്ലോർ ചെയ്യാനായി ചെല്ലുമ്പോൾ അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത സീനിയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപകടത്തിന്റെ തോത് എത്രയുണ്ടെന്ന് അറിയാൻ അവർക്ക് യഥാർത്ഥത്തിൽ ആളുകളെ വേണം. അതിനാണ് ഹെവൻലി ഗേറ്റിൽ നിന്ന് അവർ ആളുകളെ കൊണ്ടുവന്നത്. അപകടം ശക്തമാണെങ്കിൽ കൊല്ലപ്പെടുന്നത് ഹെവൻലി ഗേറ്റിലെ ആളുകൾ മാത്രമാവുമല്ലോ. ഹോളി റീജിയനിൽ നിന്ന് ആ ആളുകളുടെ തടി രക്ഷിക്കാൻ അതാണ് മാർഗം. അവരുടെ മനസ്സ് വായിച്ചെറിഞ്ഞ മാർക്ക് ഫെല്ലർ യാനിഷയും അതുപോലെ ഗ്രൗണ്ടിനകത്തുള്ള ലിനോയെ നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, നിങ്ങള് എന്റെ ആളുകളെ വെറും വെടിമരുന്ന് പോലെ ഉപയോഗിക്കാമെന്ന് കരുതിയല്ലേ? അതെന്തായാലും നടക്കില്ല. പിന്നെ പേടിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളും കൂടി വരാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ യാനിഷയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരൊറ്റ ചാട്ടം. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കും മുമ്പ് മാർക്ക് ഫെല്ലറും യാനിഷയും ആ ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. മാർക്ക് ശരിക്കും യാനിഷയും പിടിച്ചുകൊണ്ട് ഒരൊറ്റ ചാട്ടം ചാടിയതാണ്. ഇതേ ശൈലി തന്നെ ചാങ്മാങ്ങും വിനിഫാങ്ങും മുന്നോട്ട് ചാടി. ഇപ്പോ വിനിഫാങ്ങും ചാങ്ങും മാർക്ക് ഫെല്ലറും യാനിഷയും അതുപോലെ ലിനോയും ഗ്രൗണ്ടിനകത്താണ്. ബാക്കിയുള്ള ആളുകളൊക്കെ ഗ്രൗണ്ടിന് പുറത്താണ്. മാർക്ക് ഗ്രൗണ്ടിന് പുറത്തേക്കുന്ന ആളുകളോടായി പറഞ്ഞു, നിങ്ങൾ തൽക്കാലം അവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ അകത്തേക്കൊന്ന് കയറി ഒന്ന് നോക്കിയതിന് ശേഷം നിങ്ങളോട് കാര്യം പറയാം. ഹെവൻലി ഗേറ്റിലെ മാർക്കിന്റെ ശിഷ്യന്മാർക്ക് മാർക്കിനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ മാർക്ക് ആ കാര്യം പറഞ്ഞപ്പോൾ അവരും അവിടെ വെയിറ്റ് ചെയ്യാൻ സമ്മതിച്ചു. മാർക്ക് ഫെല്ലറും ചാങ്മാങ്ങും ലിനോയും യാനിഷയും വിനിഫാങ്ങും ആ ആയോധന വിദ്യ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഗ്രൗണ്ടിൽ നിന്ന് ഫുട്പാത്തിലേക്ക് കയറി. അതിമനോഹരമായ ഒരു ഫുട്പാത്താണ് അവിടെ ഇപ്പൊ കാണുന്നത്.
ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട ഫുട്പാത്ത് ആണെങ്കിലും കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഫുട്പാത്താണ്. ആ കല്ലിന് ഒരു കേടും ഇതുവരെയും വന്നിട്ടില്ല. അതിന് മുകളിലുണ്ടായിരുന്ന മണ്ണാണ് ലിനോയ് അവന്റെ ആ മാന്ത്രിക കപ്പാസിറ്റി ഉപയോഗിച്ച് നേരത്തെ മാറ്റിയത്. മണ്ണ് മാറ്റപ്പെട്ട ആ കല്ലിലൂടെ മാർക്ക് ഫെല്ലറും ടീമും മുന്നോട്ട് നടക്കുമ്പോൾ ശക്തമായ പ്രഷർ അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിശക്തമായ ഒരു പ്രഷർ അനുഭവപ്പെടുന്ന കണ്ടതും മാർക്ക് ലിനോയോട് ചോദിച്ചു, ലിനോയ്, അകത്ത് എന്താണ് ഉള്ളതെന്ന് കൃത്യമായി നിങ്ങൾക്ക് അറിയാവോ? മാർക്ക്, അകത്തൊരു ശവകുടീരമാണെന്നുള്ള കാര്യം എനിക്കറിയാം, അതിനും അപ്പുറത്ത് എന്താണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. ലിനോയ് അങ്ങനെ പറയുമ്പോഴേക്കും മാർക്കും ചാങ്ങും വിനിയും നടന്ന് ഒരു വാതിലിന് അടുത്തെത്തിയിരിക്കുകയാണ്. ലിനോയും സഹോദരിയും ആ വാതിലിന് അടുത്തെത്തിയതും അവര് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അകത്തേക്ക് പോകാൻ ഇത് മാത്രമേ മാർഗമുള്ളൂ. ആ വാതിൽ അടഞ്ഞുകിടക്കുകയാണ്. അടഞ്ഞുകിടക്കുന്ന വാതിലിനെ നോക്കിക്കൊണ്ട് മാർക്ക് ലിനോയോട് ചോദിച്ചു, മിസ്റ്റർ ലിനോയ്, ഈ വാതില് എങ്ങനെ തുറക്കും? മാർക്ക്, വാതിൽ തുറക്കാൻ എൻ്റെ കയ്യിൽ പൂട്ടൊന്നുമില്ല, ശക്തി ഉപയോഗിച്ച് തുറക്കണം. അങ്ങനെ ലിനോയ് പറഞ്ഞതും മാർക്ക് ചാങ്ങിനെ ഒന്ന് നോക്കി. ചാങ്ങിന് ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായി. ചാങ് കൈ നിവർത്തി ആ വാതിലോട്ട് ഒരൊറ്റ ഇടി. അതിശക്തമായ ആ ഇടിയിൽ ആ വാതില് ഒന്ന് കുലുങ്ങി. ചാങ് രണ്ടാമത്തെ ഇടിയൂടി ഇടിച്ചതും ആ വാതിൽ തകർന്നു. ചാങ് മാങ്ങിന്റെ ആ ഇടി ലിനോയെയും ലിനോയുടെ സഹോദരി യാനിഷിയും തെല്ലൊന്നുമല്ല അമ്പരപ്പിച്ചത്. അവരൊരുപാട് ആളുകളെ ഹോളിവുഡിൽ കാണുന്നതാണ്, പക്ഷേ ഇതുപോലെ ഫിസിക്കൽ ബോഡിയുള്ള ഒരാളെ അങ്ങനെ അധികം അവർ കണ്ടിട്ടില്ല. അതിൻ്റെതായ ഒരു അമ്പരപ്പ് ലിനോയുടെയും സഹോദരിയുടെയും കണ്ണുകളിലുണ്ട്. ഈ കാഴ്ച സ്വാഭാവികമായും വിനി ഫാങ്ങിനെയും അമ്പരപ്പിച്ചു എന്ന് പറയാം. വിനി ചാങ്ങിനോട് പറഞ്ഞു, ഏയ് ചാങ്, നിന്റെ ഈ ഫിസിക്കൽ സ്ട്രെങ്ത് അവിശ്വസനീയം തന്നെയാണ്. അങ്ങനെ വിനി പറയുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ ആ വാതിലിന്റെ അകത്തേക്ക് കടന്നു. അകത്തേക്കും കാൽ വെച്ച മാർക്ക് പെട്ടെന്ന് പുറത്തേക്ക് തെറിച്ചു. മാർക്ക് ആ വാതിലിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ കണ്ടതും ചാങ് മാങ്ങും വിനിയും ഓടി വന്ന് മാർക്കിനെ പിടിച്ച് എണീപ്പിച്ചു. മാർക്ക്, എന്താ ഉണ്ടായ? വിനിയുടെ ചോദ്യത്തിന് മാർക്ക് ആ വാതിലിലേക്ക് നോക്കിയാണ് മറുപടി പറഞ്ഞത്. അകത്ത് ശരിക്കും ശക്തമായ ഫോഴ്സ് ഉണ്ട്. ലിനോയും യാനിഷും ആ ശൈലിയിൽ ഒരു ഫോഴ്സ് അകത്ത് പ്രതീക്ഷിച്ചിരുന്നുവെന്ന് ആ മുഖങ്ങൾ വിളിച്ചു പറയുകയാണ്. മാർക്ക് ലിനോയോട് ചോദിച്ചു, ഏയ് ലിനോയ്, എന്താ ആ ഫോഴ്സ്? മാർക്ക്, നമ്മളെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അകത്തുള്ള ഫോഴ്സുകൾ നമ്മളെ തടസ്സപ്പെടുത്തും, അതെനിക്ക് നേരത്തെ അറിയാം. ലിനോയ് അത് പറഞ്ഞതും മാർക്ക് ഫെല്ലർ മാർക്കിന്റെ ഡിവൈൻ ഐ ആക്ടിവേറ്റ് ചെയ്തു. മാർക്ക് ആ ഡിവൈൻ ഐയിലൂടെ ആ വാതിലിലൂടെ അകത്തേക്ക് നോക്കുമ്പോൾ അകത്ത് അതിശക്തമായ ഒരു പുക തങ്ങി നിൽക്കുന്നതാണ് മാർക്ക് കണ്ടത്. ആ പുകയ്ക്ക് അകത്തുകൂടി മാർക്കിന്റെ കണ്ണുകൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഏകദേശം ഒരു കിലോമീറ്ററെങ്കിലും ഉള്ളിലായി മാർക്ക് ഒരു ശവകുടീരം കണ്ടു. ആ ശവകുടീരത്തിനും മാർക്ക് നിൽക്കുന്നതിനും ഇടയിൽ വേറെ വാതിലുകളോ തടസ്സങ്ങളോ ഇല്ല. തുറസായ ഒരു പാതയാണ് ഉള്ളത്. പക്ഷെ ആ പാതയുടെ ഇരുപുറത്തും ബിൽഡിങ്ങുകളും ഉണ്ട്. ആ ബിൽഡിങ്ങുകളിലേക്ക് മാർക്കിന്റെ കണ്ണ് ഒന്ന് മാറ്റിയപ്പോൾ അകത്തൊക്കെ പല തരത്തിലുമുള്ള സാധനങ്ങളുടെ ശേഖരം മാർക്ക് കാണുകയാണ്. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരാളുടെ ശവകുടീരം വളരെ ഉള്ളിലായി നിർമ്മിച്ചിട്ട് ആ ശവകുടീരത്തിലേക്ക് ഒരു വഴി നിർമ്മിച്ച് ആ വഴിയുടെ ഇരുപുറത്തുമായി അനവധി മുറികൾ നിർമ്മിച്ച് ആ മുറികളിൽ ആയുധങ്ങളും മാന്ത്രിക ആർട്ടിഫാക്റ്റുകളും സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ മരണപ്പെട്ട വ്യക്തി നിസ്സാരക്കാരനല്ല, അത് ഉറപ്പാണ്. മാർക്ക് ഫെല്ലർ യാനിഷിയോടും ലിനോയോടെ പറഞ്ഞു, നിങ്ങളും എനിക്കൊപ്പം വരികയല്ലേ? അത് കേട്ടതും ലിനോയ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അത്രയും ദൂരം പോവാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങ് ദൂരെയായി കാണുന്ന ശവകുടീരം പുകയ്ക്കിടയിലൂടെ അവർക്കും കാണാം. മാർക്ക് കണ്ട അത്രയും വ്യക്തതയിൽ കാര്യങ്ങൾ കാണാൻ അവർക്ക് പറ്റുന്നില്ലെങ്കിലും ഹോളി റീജിയനിൽ നിന്ന് വന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് ആ ഭാഗം വരെ വീക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ വിന്നിക്കോ ചാങ്ങിനോ കരയിൽ നിൽക്കുന്ന മറ്റാളുകൾക്കോ ആ കാഴ്ച വിസിബിൾ അല്ല എന്ന് മാത്രം. വിനിയും ചാങ്ങും കാണുന്നത് പൂർണ്ണമായും പുകയാണ്. മാർക്ക് ഫെല്ലർ ലിനോയെയും ചാങ്ങിനെയും വിനിയും യാനിഷയെയും ഒന്ന് നോക്കിയതിനു ശേഷം അവരോടായി പറഞ്ഞു, ഞാൻ ഒന്ന് അകത്തേക്ക് പോവാം. അത് കേട്ടതും ചാങ് മാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ശ്രദ്ധിക്കണേ. ചാങ്ങിന്റെ ഷോൾഡറിലൊന്ന് തട്ടിയിട്ട് മാർക്ക് ഫെല്ലർ വീണ്ടും ആ വാതിൽക്കിലെത്തി. വാതിൽ നിന്ന് നേരത്തെ മാർക്ക് പുറത്തേക്ക് തെറിച്ചതാണ്. അത് മനസ്സിലുള്ളത് കൊണ്ട് ശ്രദ്ധിച്ചാണ് മാർക്ക് അകത്തേക്ക് കടന്നത്. അകത്തേക്ക് കടക്കുമ്പോൾ നേരത്തെ പോലെ തന്നെ മാർക്കിന് ഒരു പ്രഷർ അനുഭവപ്പെട്ടു. പക്ഷെ ആ പ്രഷർ ഒന്നും മൈൻഡ് ചെയ്യാതെ മാർക്ക് പതുക്കെ മുന്നോട്ട് നടന്നു തുടങ്ങി. മാർക്ക് മുന്നോട്ട് നടക്കുമ്പോൾ മാർക്കിന്റെ ബോഡിയിൽ അനുഭവപ്പെടുന്ന
പ്രഷർ കൂടിക്കൂടി വരികയാണ്. ആ പ്രഷർ കൂടിക്കൂടി വരുമ്പോൾ മാർക്കിന് മറ്റൊരു കാര്യം കൂടി അനുഭവപ്പെട്ടു തുടങ്ങി. മാർക്കിന്റെ പുറത്ത് ഒരു പ്രകാശം വീഴുന്നതാണ് മാർക്ക് അനുഭവപ്പെട്ടത്. ആ പ്രകാശത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അത് മനസ്സിലായതും മാർക്ക് തിരിഞ്ഞ് ലിനോയോട് ചോദിച്ചു, ലിനോയ്, എൻ്റെ പുറത്ത് ഇപ്പോൾ ഒരു പ്രകാശം വീഴുന്നുണ്ട്. ആ പ്രകാശത്തിന് എന്തൊരു പ്രത്യേകതയുണ്ട്. ഏതായി പ്രകാശം? മാർക്ക്, അത് ട്യുലൈറ്റ് ലൈറ്റ് ആണ്. ട്യുലൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ സന്ധ്യപ്രകാശം എന്നാണ്. ഏയ് ലിനോയ്, അതെന്തെങ്കിലും കുഴപ്പമുണ്ടോ? മാർക്ക്, അത് ട്യുലൈറ്റ് പ്രകാശമാണ്. ആ ട്യുലൈറ്റ് പ്രകാശത്തോടൊപ്പം ട്യുലൈറ്റ് എനർജി ഉണ്ടാവും. സന്ധ്യയ്ക്ക് അനുഭവപ്പെടുന്ന പ്രകാശത്തെയാണ് ട്യുലൈറ്റ് പ്രകാശം എന്ന് വിളിക്കുക. പ്രകാശം ഏതാണ്ട് മങ്ങിയ ശൈലിയിലായിരിക്കുമല്ലോ സന്ധ്യയ്ക്ക് നമുക്ക് അനുഭവപ്പെടുക. ആ മങ്ങിയ പ്രകാശത്തിന്റെ ഒപ്പമുള്ള എനർജി അപകടകാരിയാണെന്നാണ് ലിനോയ് മാർക്കിനോട് വിളിച്ചു പറഞ്ഞത്. മാർക്കിനോട് ലിനോയ് അങ്ങനെ പറയുമ്പോൾ മാർക്കിന് ഒരു അസ്വസ്ഥത ഫീൽ ചെയ്തു തുടങ്ങി. മാർക്കിന്റെ മുന്നോട്ട് നടക്കാനുള്ള കഴിവിനെ ആ പ്രകാശം ബാധിക്കുന്നുവെന്ന് മാർക്കിന് ഒന്ന് തോന്നി. മാർക്ക് അത് മൈൻഡ് ചെയ്യാതെ പിന്നെയും മുന്നോട്ട് നടക്കുമ്പോൾ മാർക്കിന്റെ സ്പിരിച്വൽ എനർജി കുറയുന്നോ എന്നൊരു സംശയം മാർക്കിനുണ്ടായി. മാർക്ക് ഉടൻ ലിനോയോട് ചോദിച്ചു, ലിനോയ്, ഈ പ്രകാശവും സ്പിരിച്വൽ എനർജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മാർക്ക്, ട്യുലൈറ്റ് എനർജി നമ്മുടെ ശരീരത്തെ തട്ടിയാൽ നമ്മുടെ സ്പിരിച്വൽ എനർജി അത് അബ്സോർവ് ചെയ്യും. മാർക്ക്, പ്ലീസ് കം ബാക്ക്. വാതിലിന് പുറത്ത് നിന്ന് ലിനോയ് അങ്ങനെ വിളിച്ചു പറഞ്ഞതും ചാങ് മാങ്ങും വിനി ഫാങ്ങും ആ വാക്കുകൾ വീണ്ടും ആവർത്തിച്ചു. മാർക്ക്, തിരിച്ചു പോരെ. യാനിഷിയും മാർക്കിനോട് അങ്ങനെ തന്നെ പറഞ്ഞു. മാർക്ക്, തിരിച്ചു വാ, എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അത്രയും അവർ പറയുമ്പോഴേക്കും മാർക്ക് ഫെല്ലർക്ക് മുന്നിലുള്ള പുക ഏതാണ്ട് പൂർണ്ണമായും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മാർക്കിന്റെ പുറത്ത് ആ പ്രകാശം മാത്രമേ അടിക്കുന്നുള്ളൂ. ആ പ്രകാശത്തിലൂടെ അങ്ങ് വിദൂരതയിലായി മാർക്കിന് ആ ശവകുടീരം വ്യക്തമായി കാണാം. ആ ശവകുടീരം ക്ലീനായി കണ്ടു തുടങ്ങിയപ്പോൾ തിരിച്ചു പോകാനുള്ള ഒരു മടി മാർക്കിനുണ്ടായി. ആ ശവകുടീരം ആരുടേതാണ്? ആ ശവകുടീരത്തിൽ എന്താ ഉണ്ടാവുക? ഇത് രണ്ടും അറിയണം. അതറിയാതെ തിരിച്ചു പോകാൻ മാർക്കിനൊരു മടി. അതുകൊണ്ട് തന്നെ മാർക്ക് പിന്നെയും മുന്നോട്ട് നടക്കുകയാണ്. മാർക്ക് മുന്നോട്ട് നടക്കുന്നതനുസരിച്ച് മാർക്കിന്റെ ബോഡിയിൽ ഊർജം കുറയുന്നുണ്ട്. സാധാരണഗതിയിൽ സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് സ്പിരിച്വൽ ഫ്ലെയിം ഉണ്ടാക്കുമ്പോഴും മരുന്നുണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ ആരുമായിട്ടെങ്കിലും ഏറ്റുമുട്ടുന്ന സമയത്തൊക്കെ ഈ സ്പിരിച്വൽ എനർജി മാർക്കിന്റെ ശരീരത്തിൽ നിന്ന് കുറയാറുണ്ട്. ശരീരത്തിൽ ഫിസിക്കൽ എനർജിയും അതുപോലെ സ്പിരിച്വൽ എനർജി ഉണ്ടെങ്കിലും ആദ്യം ഫെയ്ഡ് ആകുന്നത്, കുറയുന്നത് എപ്പോഴും സ്പിരിച്വൽ എനർജി ആയിരിക്കും. ആ സ്പിരിച്വൽ തിരിച്ച് ശരീരത്തിലേക്ക് വരാൻ മാർക്കിന് 2-3 ദിവസത്തെ റെസ്റ്റ് മതിയാവും. തന്റെ ശരീരത്തിലെ സ്പിരിച്വൽ എനർജി കുറയുന്ന കണ്ടപ്പോൾ മാർക്കിന്റെ മനസ്സിൽ അതാണ് കടന്നു വന്നത്. മാർക്ക് പതുക്കെ മുന്നോട്ട് പിന്നെയും നടക്കുകയാണ്. ഏകദേശം ഒരു 500 മീറ്റർ എങ്കിലും നടന്ന് എത്തിയപ്പോൾ മാർക്ക് തികച്ചും മുന്നോട്ട് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓരോ അടി മുന്നോട്ട് വെക്കുമ്പോഴും വൻതോതിൽ മാർക്കിന് പ്രഷർ അനുഭവപ്പെടുകയാണ്. മാർക്കിന്റെ ബോഡിയിലാണെങ്കിൽ സ്പിരിച്വൽ എനർജി ഏതാണ്ട് 0 ആയ അവസ്ഥയാണ്. മാർക്കിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രമേ ഇപ്പൊ മാർക്കിനുള്ളൂ. മാർക്കിന്റെ ശരീരത്തിലെ ആ ഇന്റേണൽ എനർജി പൂർണ്ണമായും മാർക്കിന് നഷ്ടമായിരിക്കുകയാണ്. ഇന്റേണൽ എനർജി ഉണ്ടെങ്കിലേ മാർക്കിന്റെ മാന്ത്രിക ടെക്നിക്കുകൾ ഉപയോഗിച്ച് വേഗത കൂട്ടാനും പറ്റും. അതിപ്പോ പറ്റില്ല. മാർക്കിനെ ഇപ്പോ വാതിലിന് പുറത്തേക്കുന്ന ആൾക്കാർക്ക് കാണാനേ പറ്റില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് ചാങ് മാങ്ങും വിനിയും. അതേസമയത്ത് ആ സഹോദരിയും വല്ലാത്തൊരു കൗതുകത്തോടെ മാർക്ക് പോയ വഴിയിലേക്ക് നോക്കി നിൽക്കുകയാണ്. മാർക്ക് അകത്തേക്ക് കയറിയിട്ട് ഒരുപാട് നേരമായി. പുറത്തു നിൽക്കുന്ന ആളുകളുടെ ആകാംക്ഷ ഇങ്ങനെ കൂടി വരികയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയുമില്ലാത്തത് കൊണ്ട് അവര് കണ്ണൊക്കെ ഒന്ന് സൂക്ഷ്മമായി പിടിച്ച് ആ പുകയ്ക്കുള്ളിലൂടെ അകത്തേക്ക് നോക്കുന്നുണ്ട്. വാതിലിനടുത്ത് നിറയെ പുകയായതുകൊണ്ട് അവർക്ക് ആ പുക കടന്ന് മുന്നോട്ട് നോക്കാൻ പറ്റുന്നില്ല. മാർക്ക് എന്ന് വിളിച്ചാൽ മറുപടിയുമില്ല. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അവർ വിഷമിച്ച് നിൽക്കുമ്പോൾ മാർക്ക് ഫെല്ലർ തറയിൽ വീണ് മുന്നോട്ട് ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാർക്കിനിപ്പോൾ ഒരു കാര്യം അറിയാം. മാർക്കിന്റെ ശരീരത്തിലെ ആ സ്പിരിച്വൽ എനർജി പൂർണ്ണമായും നഷ്ടമായിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ സംഭവിക്കുകയാണ്. ആ സ്പിരിച്വൽ എനർജി നഷ്ടമായതുകൂടി മാർക്കിന്റെ ഫിസിക്കൽ ബോഡിയിലും ഇപ്പോൾ പതുക്കെ ക്ഷീണം അനുഭവപ്പെടുകയാണ്. മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ആ ഫിസിക്കൽ ബോഡി പോലും അവിടുത്തെ ആ അന്തരീക്ഷം അറ്റാക്ക് ചെയ്യുന്നു എന്ന ഒരു യാഥാർത്ഥ്യമാണ് മാർക്ക് തിരിച്ചറിഞ്ഞത്. പക്ഷെ മാർക്കിന് ഒരു പ്രതീക്ഷ.
താൻ ഇഴഞ്ഞ് ആ ശവകുടീരത്തിന് അടുത്തെത്തിയാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും. മാർക്ക് മുന്നോട്ട് പോകുന്ന അനുസരിച്ച് മാർക്കിന്റെ പുറത്ത് വീഴുന്ന ആ സന്ധ്യാപ്രകാശം കൂടിക്കൂടി വരികയാണ്. മാർക്ക് ആ പ്രകാശത്തിൽ കുളിച്ചാണ് മുന്നോട്ട് ഇഴയുന്നത്. മാർക്കിന് എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിലേക്ക് മാർക്ക് എത്തിക്കഴിഞ്ഞു. ഒരു പരുവത്തിൽ മാർക്ക് ഫെല്ലർ ആ ശവകുടീരത്തിന്റെ അടുത്തെത്തി. അടുത്ത് എത്താൻ വേണ്ടി ഏകദേശം 1/2 കിലോമീറ്ററോളം ദൂരം മാർക്ക് ആ പാതയിലൂടെ ഇഴഞ്ഞു എന്നതാണ് സത്യം. ശവകുടീരത്തിലെത്തിയ മാർക്ക് ഒരു പരുവത്തിൽ ആ ശവക്കല്ലറ തുറന്നു. ആ ശവക്കല്ലറയ്ക്കുള്ളിൽ മാർക്കിന് ഒരു രൂപത്തെ കാണാം. അതിനൊപ്പം ഉള്ളത് ഒരു ബ്രഷ് മാത്രമാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. മാർക്ക് ആ ബോഡി എടുക്കാൻ ശ്രമിച്ചെങ്കിലും മാർക്കിനെ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. അവസാനം മാർക്ക് ആ ബ്രഷ് ആ കല്ലറയിൽ നിന്ന് പൊക്കിയെടുത്ത് അതുമായി പിന്നെയും ഇഴഞ്ഞു തുടങ്ങി. മാർക്കിന്റെ ശരീരം ക്ഷീണിക്കുന്നത് മാർക്കിന് നന്നായി മനസ്സിലാവുന്നുണ്ട്. അധിക നേരം അവിടെ നിന്നാൽ തനിക്ക് ഒരിക്കലും മടങ്ങിപ്പോകാൻ കഴിയില്ല എന്ന് തോന്നൽ മാർക്കിന് ഉണ്ടായത് കൊണ്ടാണ് മാർക്ക് ആ ബ്രഷുമായി പുറത്തേക്ക് ഇഴഞ്ഞു തുടങ്ങിയത്. മാർക്കിന് ആ കല്ലറിൽ നിന്ന് ഇഴഞ്ഞു തുടങ്ങുമ്പോൾ 1 ഇഞ്ച് പോലും ഇഴയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ആദ്യം അനുഭവപ്പെട്ടത്. പക്ഷെ പതുക്കെ പതുക്കെ മാർക്കിന്റെ വിൽ പവർ ഉപയോഗിച്ച് അല്പം മുന്നോട്ട് നീങ്ങി. മാർക്ക് മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് മാർക്കിൽ അനുഭവപ്പെടുന്ന പ്രഷർ കുറഞ്ഞു വരികയാണ്. പതുക്കെ പതുക്കെ ഇഴഞ്ഞ് ഏകദേശം 500 മീറ്ററൊക്കെ എത്താറായപ്പോൾ മാർക്കിന് എണീക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജ് ഉണ്ടായി. എണീറ്റ മാർക്ക് പാടുപെട്ട് പതുക്കെ ഒരു സ്റ്റെപ്പായി മുന്നോട്ട് വെച്ചു തുടങ്ങി. ആ സ്റ്റെപ്പ് വെക്കുന്നതിന്റെ വേഗത ക്രമേണ കൂടി തുടങ്ങി. മാർക്ക് മുന്നോട്ട് നീങ്ങുന്തോറും മാർക്കിൽ അനുഭവപ്പെടുന്ന പ്രഷർ കുറഞ്ഞു തുടങ്ങിയോടുകൂടി മാർക്കിന്റെ വേഗതയും കൂടി. മാർക്ക് ഏതാനും മിനിറ്റുകളോട് കഴിഞ്ഞതും അവസാനം ആ പുകയുള്ള ഭാഗത്തേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ മാർക്കിന് ഒരു പ്രഷറും അനുഭവപ്പെടുന്നില്ല. മാർക്ക് ആ പുകയ്ക്കകത്തുകൂടി വാതിൽ കടന്ന് പുറത്തേക്കിറങ്ങിയ മാർക്കിനെ കണ്ട അവിടെയുള്ള ആ 4 സംഘം ഞെട്ടലോടെ മാർക്കിനെ നോക്കുകയാണ്. തന്നെ ഞെട്ടലോടെ നോക്കി നിൽക്കുന്ന ആ 4 സംഘത്തെ കണ്ട മാർക്ക് അവരോട് ചോദിച്ചു, എന്തു പറ്റി? മാർക്കിന്റെ ശബ്ദം കേട്ടതും ചാങ്മാങ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക് ഇതെന്താ പറ്റി? മാർക്കിനോട് ആ ചോദ്യം ചാങ്മാങ് ചോദിക്കുമ്പോൾ ലിനോയും യാനിഷയും മാർക്കിന്റെ മുഖത്തങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. മാർക്കിന്റെ മുഖത്ത് ചുളിവുകൾ വീണിട്ടുണ്ട്, പക്ഷെ ബോഡി കൂടുതൽ ശക്തമായിരിക്കുകയാണ്. എന്നാൽ അവരെല്ലാവരും അമ്പരപ്പിക്കുന്നത് മറ്റൊരു കാര്യമാണ്. മാർക്കിന്റെ ആ ജെറ്റ് ബ്ലാക്ക് തലമുടി പൂർണ്ണമായും വെളുത്ത തലമുടിയായിരിക്കുകയാണ്. മാർക്ക് ഒരു വയസ്സനായി മാറിയിരിക്കുകയാണ്. സകലയുടെ മുഖത്ത് അമ്പരപ്പുണ്ട്. ചാങ്മാങ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക് ഈ തലമുടി എങ്ങനെയാ വെളുത്തത്? അപ്പോഴാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലർ ആ തലമുടിയിലേക്ക് ശ്രദ്ധിക്കുന്നത്. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി വിടർന്ന് വീണ് കിടക്കുകയാണ് മാർക്കിന്റെ തലമുടി. ആ തലമുടി മുന്നോട്ട് നീക്കിയ മാർക്ക് കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. മാർക്കിന്റെ കറുത്ത തലമുടി പൂർണ്ണമായും വെളുത്തിരിക്കുന്നു. വെളുത്ത തലമുടിയിൽ അമ്പരപ്പോടെ മാർക്ക് നോക്കുമ്പോൾ വിനിഫാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇതിപ്പോ നല്ല രസമായിട്ടുണ്ട് കേട്ടോ, നിനക്ക് ഈ വെളുത്ത തലമുടിയാണ് കൂടുതൽ യോജിക്കുക. ഇപ്പോഴല്ലേ നീ ശരിക്കും ഒരു സീനിയറായ മാർഷൽ ആർട്ടിസ്റ്റ് ആയുള്ളൂ. അങ്ങനെ വിന്നി പറഞ്ഞപ്പോൾ അവിടുത്തെ ആ അന്തരീക്ഷം ഒന്ന് ലഘൂകരിക്കപ്പെട്ടു. പക്ഷെ ആ നിമിഷത്തിൽ ഒരു കുസൃതി കലർന്ന പുഞ്ചിരി ലിനോയുടെ മുഖത്തുണ്ട്. ലിനോയ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നിനക്ക് എന്താ സംഭവിച്ചെന്ന് മനസ്സിലായോ? മാർക്ക് നിന്റെ പുറത്ത് വീണത് സന്ധ്യാപ്രകാശമാണ്. ആ സന്ധ്യാപ്രകാശത്തിൽ ഒരു പ്രത്യേക ഊർജമുണ്ട്. ആ ഊർജം നിന്റെ സ്പിരിച്വൽ എനർജി പൂർണ്ണമായും കവർന്നെടുത്തിരിക്കുകയാണ്. നിന്റെ ശരീരത്തിൽ ഇപ്പോ ഒട്ടും സ്പിരിച്വൽ എനർജി ഇല്ല. ലിനോയ് പറഞ്ഞ ആ വാക്കുകൾ വിന്നിക്കും ചാങ്മാങ്ങിനും ഒരുപോലെ ഞെട്ടലുണ്ടാക്കി. മാർക്ക് ഒന്നും മിണ്ടാതെ നിശബ്ദനായി ലിനോയ് തന്നെ നോക്കി നിൽക്കുമ്പോൾ യാനിഷ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ സംഭവിച്ചത് ഒരു സിമ്പിൾ കാര്യമാണ്. നിന്റെ സ്പിരിച്വലോളജി നഷ്ടമായി എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തത് നീ വയസ്സായി എന്നുള്ളതാണ്. വയസ്സായി എന്ന് കേട്ടിട്ട് മാർക്ക് നീ വിഷമിക്കേണ്ട കാര്യവുമില്ല. നീ ഇപ്പോൾ ഒരു മാർഷൽ സെയിന്റ് ആണ്. മാർഷൽ സെയിന്റുകൾക്ക് സാധാരണ മനുഷ്യനേക്കാൾ ആയുസ് കൂടുതലാണ്. സാധാരണ മനുഷ്യർ 100 വയസ്സിനകത്ത് മരണപ്പെടുമ്പോൾ മാർഷൽ സെയിന്റുകൾ അതുപോലെ എത്രയെങ്കിലും 100 വർഷം ജീവിച്ചിരിക്കുന്നവരാണ്. മാർഷൽ സെയിന്റ് ആകുമ്പോൾ നിനക്കറിയാം പുതുതായി ഒരു സോൾ ഉണ്ടാകുമെന്ന്, നേസന്റ് സോൾ. ആ പുതിയ സോള് പുതിയ ജീവനാണ്. നിനക്ക് ഇപ്പോൾ 200 വയസ്സാണ് ജീവിച്ചിരിക്കാൻ കഴിയുന്ന ആയുസ്സെങ്കിൽ 100 വയസ്സ് നഷ്ടമായി എന്ന് കരുതിയാൽ മതി. എന്നാലും ബാക്കി 100 ഉണ്ടല്ലോ. മാർക്കിനെ ആശ്വസിപ്പിക്കുന്ന ശൈലിയിൽ യാനിഷ അത് പറഞ്ഞതും ലിനോയ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്
നീ ഇപ്പോ വെറും ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ്, മാർഷൽ സെയിന്റ് ആണ് നീ എന്ന് പറയാൻ പോലും ഇനി പറ്റില്ല. നിന്റെ ശക്തിയൊക്കെ പോയി കഴിഞ്ഞു. മാർക്ക്, നീ നേരത്തെ ബലമായിട്ട് ഒരു കോട്ട ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചു. നീ ഇപ്പോൾ ശക്തനല്ലാത്തത് കൊണ്ട് തന്നെ ആ കോട്ട നിനക്ക് നൽകുന്നതിനെ കുറിച്ച് എനിക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരും. അങ്ങനെ ലിനോയ് പറഞ്ഞതും ചാങ് മാങ് ലിനോയോട് ചോദിച്ചു, ഏയ് നീ എന്തായി പറയുന്നത്? ഞങ്ങളുടെ സെക്ഷൻ മാസ്റ്ററെ അപമാനിക്കുന്ന ശൈലിയിൽ സംസാരിക്കാൻ ആരാ നിനക്ക് അധികാരം നൽകിയത്? അങ്ങനെ പറഞ്ഞ ചാങ് മാങ് അടുത്ത നിമിഷത്തിൽ ഒരൊറ്റ ഇടി. ചാങ് മാങ്ങിന്റെ സാന്നിധ്യത്തിൽ മാർക്ക് ഫെല്ലറെ കുറിച്ച് ഒരാളും മോശമായി സംസാരിക്കാൻ ചാങ് മാങ് അനുവദിക്കില്ല. ചാങ് മാങ് തികച്ചും അപ്രതീക്ഷിതമായി ലിനോയ്ക്കിട്ട് ഒന്ന് പൊട്ടിച്ചു. ഇടിയേറ്റ് ലിനോയ് താഴെ വീണപ്പോൾ ചാങ് മാങ് കൂടെ എത്തി. അവിടെയിട്ട് ലിനോയെ തലം വിലങ്ങുമാണ് ചാങ് മാങ് ഇടിച്ചത്. ലിനോയ് ഹോളി റീജിയനിൽ നിന്ന് വന്ന ഒരു മാർഷൽ സെയിന്റ് ഒക്കെയാണ്. പക്ഷേ ഹോളി ബോഡിയുള്ള ചാങ് മാങ്ങിന് മുന്നിൽ ലിനോയ് ഒന്നുമല്ല എന്ന് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അവിടെ തെളിയിക്കപ്പെട്ടു. ചാങ് മാങ് ലിനോയെ ഇടിച്ചപ്പോൾ ലിനോയ് തിരിച്ചടിക്കാൻ ഒരു ശ്രമം നടത്തിയതാണ്. പക്ഷേ ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഒരു കാര്യം മനസ്സിലായി, ചാങ് മാങ്ങിന് മുന്നിൽ അവൻ ഒന്നുമല്ല. ഇടിയേറ്റ് ഒരു പരുവമായ ലിനോയെ എടുത്തു പൊക്കിക്കൊണ്ട് ആ ടീം മുന്നോട്ട് നടക്കുകയാണ്. ആ വാതിലിന്റെ അടുത്തുനിന്ന് ആ ടീം നടന്ന് ആ കോമ്പൗണ്ട് വാളിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ചാങ് മാങ് ലിനോയെ ഒരൊറ്റയേറി. ലിനോയ് ആകാശത്തുള്ള പറന്ന് പൊങ്ങി പുറത്ത് കാത്തു നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ വന്ന് വീഴുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവരുടെ ശ്രദ്ധ ആ കോട്ടയ്ക്കകത്തേക്ക് കടക്കുന്നത്. അകത്തുനിന്ന് കുറച്ചാളുകൾ നടന്നു വരുന്ന കാഴ്ച അവർക്ക് കാണാം. നടന്നു വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചാങ് മാങ് ഉണ്ട്, യാനിഷയുണ്ട്, വിന്നി ഫാങ് ഉണ്ട്, പിന്നെ ഒരു പ്രായമുള്ള മനുഷ്യനുണ്ട്. മാർക്ക് ഫെല്ലറെ കാണാനില്ല. മാർക്ക് ഫെല്ലർക്കൊപ്പം ഉണ്ടായിരുന്ന ഹോളി റീജിയനിൽ നിന്നുള്ള ലിനോയ് ആണെങ്കിൽ ഇതാ വൻതോതിൽ പരിക്കുകളുമായി അവരുടെ മുന്നിൽ വീണ് കിടക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ആ ഹോളി ഗേറ്റിലെ ആളുകൾക്ക് തീരെ മനസ്സിലായില്ല. അപ്പോഴേക്കും മാർക്ക് ഫെല്ലറും ടീമും നടന്ന് അവരുടെ അടുത്തെത്തി. അവരുടെ അടുത്തേക്ക് മാർക്ക് നടന്നു വരുമ്പോഴാണ് ശരിക്കും ആ ഹോളി ഗേറ്റിലെ ആളുകൾ മാർക്കിനെ തിരിച്ചറിയുന്നത്. സെക്ഷൻ മാസ്റ്റർ, ഇതെന്താ എന്താ എന്താ പറ്റി? അത് കേട്ടതും മാർക്ക് അവരോടായി പറഞ്ഞു, ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റാൻ തീരുമാനിച്ചിട്ട് കുറേ ദിവസമായി, ഇപ്പോഴാ അതിന് സമയം കിട്ടിയത്. അവന്മാരുടെ ചോദ്യത്തിനല്ല മാർക്ക് ഉത്തരം പറഞ്ഞത്. അവന്മാർ അമ്പരപ്പോടെ മാർക്കിനെ നോക്കുന്ന കണ്ടതും വിന്നി ഫാങ് അവരോടായി പറഞ്ഞു, നിങ്ങളുടെ സെക്ഷൻ മാസ്റ്റർ ഹോളി റീജിയനിലേക്ക് പോവുകയല്ലേ, അപ്പോ നിങ്ങളുടെയൊക്കെ ലീഡറായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു സ്വാധീനം ലഭിക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിനുവേണ്ടിയാ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റിയത്. വളരെ കൂളായിട്ട് വിന്നി ഫാങ് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ അവരെല്ലാവരും താഴെ വീണ് കിടക്കുന്ന ലിനോയെ നോക്കി. ലിനോയുടെ അവസ്ഥ തികച്ചും പരിതാപകരമാണ്. അവിടെ കിടക്കുന്ന ലിനോയെ അവർ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ആ ഹെവൻലി ഗേറ്റിലെ ആളുകളോട് പറഞ്ഞു, മിസ്റ്റർ ലിനോയെ നിങ്ങൾ ഹെവൻലി ഗേറ്റിലേക്ക് കൊണ്ടുവയ്ക്കൂ, ഞങ്ങൾ പുറകെ വരാം. ലിനോയുമായി ആ ടീം അങ്ങനെ പോയതും യാനിഷ മാർക്കിനോട് ക്ഷമ പറഞ്ഞു. മാർക്ക്, എന്റെ സഹോദരന്റെ പ്രവൃത്തിയിൽ ഒന്നും തോന്നരുത്, അവൻ പണ്ടേ ഇങ്ങനെയാണ്. മാർക്ക്, ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി, അകത്ത് എന്താ ഉള്ളത്? ആ യാനിഷ, അകത്ത് ശവകുടീരത്തിൽ ഒരു ഡെഡ് ബോഡി ഉണ്ട്. ഞാൻ ആ ഡെഡ് ബോഡി എടുക്കാൻ ഒരു ശ്രമം നടത്തി, പക്ഷേ പറ്റിയില്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് ആർട്ടിഫാക്റ്റുകളുണ്ട്, അതൊന്നും എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അകത്തുള്ളത്. അകത്ത് ഇനിയും ഒരു മിനിറ്റ് കൂടി ഞാൻ നിന്നിരുന്നെങ്കിൽ ഞാൻ മരണപ്പെടുമായിരുന്നു. യാനിഷയ്ക്ക് മാർക്ക് പറയുന്ന കാര്യം മനസ്സിലാവും. കാരണം മാർക്കിനെ ആദ്യം അവിടെ നിന്ന് എടുത്തെറിയുന്നത് അവളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്. മാർക്കിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന സ്പിരിച്വൽ എനർജി പൂർണ്ണമായും നഷ്ടമായിരിക്കുകയാണ്. സ്പിരിച്വൽ എനർജി ഇല്ലാത്ത മാർക്ക് ഫെല്ലറെ എളുപ്പം തോൽപ്പിക്കാമെന്ന് ലിനോയ് കരുതിയതാണ് ലിനോയ്ക്ക് തല്ല് കിട്ടാൻ കാരണം. ആ കാര്യം യാനിഷയ്ക്ക് അറിയാം. മാർക്ക് ഫെല്ലർക്ക് 20 ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള അവസരം നേരത്തെ തന്നെ യാനിഷ സമ്മതിച്ചതാണ്. മാർക്ക് യാനിഷയോട് ചോദിച്ചു, യാനിഷ, ബാക്കി 10 ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ഞങ്ങളുടെ ഹെവൻലി ഗേറ്റിൽ വെച്ച് റിക്രൂട്ട്മെന്റ് ക്യാമ്പുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സംഘടിപ്പിക്കാം. മാർക്ക് അത് പറഞ്ഞപ്പോൾ യാനിഷയ്ക്കും സന്തോഷമായി. മടങ്ങിയെത്തിയ ആ ടീം പിറ്റേ ദിവസം തന്നെ ശരിക്കും ഒരു വലിയ അഡ്വർടൈസ്മെന്റ് അങ്ങ് നടത്തി. ഹോളി റീജിയനിലേക്ക് കൊണ്ടുപോകാനായി ഹോളി റീജിയനിൽ നിന്ന് വന്ന ആളുകൾ 10 മാർഷൽ ആർട്ടിസ്റ്റുകളെ റിക്രൂട്ട് ചെയ്യാൻ പോവുകയാണ്. ആർക്ക് വേണമെങ്കിലും ആ റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാം. വിവരം പറഞ്ഞ് സകല മാർഷൽ ആർട്ടിസ്റ്റുകളും ഹോളി റീജിയനിലേക്ക് പോകാനായി ഹെവൻലി ഗേറ്റിലേക്ക് എത്തി. അടുത്ത ദിവസങ്ങളിൽ ഹെവൻലി ഗേറ്റിൽ ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് തന്നെ നടക്കുകയാണ്. യാനിഷയ്ക്ക് ആവശ്യമുള്ള ആളുകളെ കണ്ടുപിടിക്കാനായി ഒരു ടെക്നിക്കും സംവിധാനങ്ങളും ഒക്കെ യാനിഷ തീരുമാനിച്ചിട്ടുണ്ട്.
ഒരു പ്രത്യേക ലെവലിലുള്ള മാർഷൽ ആർട്ടിസ്റ്റുകളെ മാത്രമേ അവർക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ഹോളി റീജിയനിൽ മിക്കവാറും എല്ലാ ആളുകളും ഏറ്റവും മിനിമം മാർഷൽ സെയിന്റുകളാണ്. മാർഷൽ സെയിന്റുകളെങ്കിലും അല്ലാത്ത ആളുകൾക്ക് അവിടെ ഒരു പ്രസക്തിയുമില്ല. ആ കാര്യം യാനിഷ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. എന്നാൽ ഈ സമയത്ത് ആ ഹോളി ഗേറ്റിനകത്ത് മാർക്ക് ഫെല്ലർ തന്റെ മുറിയിൽ കണ്ണെഴുത്തിനെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. മാർക്കിന്റെ തലമുടി പൂർണ്ണമായും വെളുത്തിട്ടുണ്ട്. മുഖമാണെങ്കിൽ ചുക്കി ചുളിഞ്ഞിരിക്കുകയാണ്. ആ കണ്ണാടിയിലേക്ക് മാർക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പൗരൻ മാസ്റ്റർ മാർക്കിന്റെ അടുത്തേക്ക് വന്നത്. മാർക്കിന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞാണ് അവർ വരുന്നത്. പൗരൻ മാസ്റ്ററെ കണ്ടതും മാർക്ക് പൗരൻ മാസ്റ്റർക്ക് നേരെ തിരിഞ്ഞു. ഏയ് മാർക്ക്, നീ വിഷമിക്കുന്നു വേണ്ട, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. തൽക്കാലം നീ ഈ മരുന്ന് കഴിക്കും. പൗരൻ മാസ്റ്റർ ഒരു പ്രത്യേക മരുന്നും പ്രിപ്പയർ ചെയ്താണ് അവിടെ വന്നത്. പൗരൻ മാസ്റ്റർ കൊടുത്ത മരുന്ന് കഴിച്ച മാർക്കിനോടായി പൗരൻ മാസ്റ്റർ പറഞ്ഞു, ഇതൊരു ക്രീമാണ്. ഈ ക്രീം നീ ദിവസവും നിന്റെ മുഖത്തൊന്ന് ഉപയോഗിക്കും. നിന്റെ മുഖത്ത് ഇപ്പൊ കാണുന്ന ഈ പാടുകളൊക്കെ മായും. പിന്നെ തലമുടി, അതിപ്പോ വൈറ്റ് ആയാലെന്താ ബ്ലാക്ക് ആയാലെന്താ, മുഖം ശരിയായി കഴിഞ്ഞാൽ പിന്നെ ആരും നിന്നെ ഒരു പ്രായമുള്ള ആളായി അങ്ങനെ പരിഗണിക്കത്തില്ല. മാർക്ക് ഫെല്ലർ തികച്ചും അപ്രതീക്ഷിതമായ സംഭവങ്ങളിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത്. മാർക്കിന്റെ ബോഡിയിലെ സ്പിരിച്വൽ എനർജി നഷ്ടമായിരിക്കുകയാണ്. ആ കാര്യം മാർക്ക് പൗലി മാസ്റ്ററോട് പറഞ്ഞു. പൗലി മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതിനും പരിഹാരം ഉണ്ടാകും. പരിഹാരമില്ലാത്ത ഒന്നും ഈ ഭൂമിയിൽ ഇല്ല എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. നമ്മൾ ഹോളി റീജിയനിലേക്ക് പോകാൻ പോവുകയല്ലേ, ഹോളി റീജിയനിൽ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകും. പൗലി മാസ്റ്റർ അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്കിന് ഒരു ആശ്വാസമായി. അധിക ദിവസങ്ങൾ കഴിയുമ്പോൾ ഹോളി റീജിയനിലേക്ക് അവരെല്ലാവരും പോകും. ഹോളി റീജിയനിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഡ്രൈവ് അങ്ങനെ നടക്കുകയാണ്. മാർക്ക് ഫെല്ലർ പിറ്റേ ദിവസം വിന്നി ഫാങ്ങും ഷാങ് മാങ്ങുമായി ആ ഹെവൻലി ഗേറ്റിന്റെ പുറകു ഭാഗത്തുള്ള മലയുടെ വശത്തൂടി അങ്ങനെ നടക്കുകയാണ്. മാർക്ക് മലയുടെ അടുത്തെത്തിയതും ഷാങ് മാങ്ങിനോട് പറഞ്ഞു, ഏയ് ഷാങ്, നിനക്ക് എത്ര ശക്തി ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മാർക്ക്, എന്താ അങ്ങനെ ചോദിക്കുന്നത്? ഷാങ്, നീ നിന്റെ സ്പിരിച്വൽ എനർജി ഉപയോഗിക്കാതെ എന്നെ ഒന്ന് ഇടിക്കും. മാർക്ക്, ഇപ്പോ മാർക്ക് ശരിക്കും വീക്കാണ്, ഞാൻ ഇടിച്ചാൽ അത് ശരിയാവുമോ? ഏയ് ഷാങ്, നിന്റെ ഹോളി ബോഡി ആണെങ്കിൽ എന്റെ കയോട്ടിക് ബോഡിയല്ലേ, നമുക്കൊന്ന് നോക്കാം, നീ എന്നൊന്ന് പഞ്ച്. മാർക്ക് ഫെല്ലർ പറഞ്ഞതനുസരിച്ച് ഷാങ് മാങ് അതിശക്തമായി മാർക്കിനെ ഒന്ന് പഞ്ച് ചെയ്തു. മാർക്ക് ആ പഞ്ച് കൈകൊണ്ട് തടുക്കാതെ സ്വന്തം ബോഡിയിൽ ഒന്ന് ഏറ്റുവാങ്ങി. അതിശക്തമായിട്ടാണ് ഷാങ് മാങ് മാർക്കിനെ ഇടിച്ചത്. മാർക്കിന്റെ പുറത്ത് ആ ഇടി പതിഞ്ഞു കഴിഞ്ഞതും ഷാങ് മാർക്കിന്റെ ബോഡിയിലേക്ക് തന്നെ ഒന്ന് നോക്കി. മാർക്കിന്റെ ബോഡിയിൽ ആ ഇടിയേറ്റതിന്റെ ഒരു പാടുമില്ല. ആ ബോഡി ഉരുക്ക് പോലെ അങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ടതും ഷാങ് മാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഈ ബോഡി ശരിക്കും അൺബിലീവബിൾ ആണ്. ഞാൻ എന്ത് ശക്തിയിലാണ് നിന്നെ ഇടിച്ചെന്നറിയാവോ? ഷാങ്, നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ സ്പിരിച്വൽ എനർജിയുടെ ഉപയോഗിക്കുക, ഫുൾ ശക്തിയിൽ എന്നെ ഒന്നുകൂടി ഇടിക്കും. മാർക്ക്, എന്ത് അബദ്ധമായി പറയുന്നത്? മാർക്ക്, ഞാൻ സ്പിരിച്വൽ എനർജി ഉപയോഗിച്ചാൽ അത് താങ്ങാൻ നിനക്ക് പറ്റത്തില്ല. മാർക്കിന്റെ ബോഡിയിൽ സ്പിരിച്വൽ എനർജി ഇല്ലാത്ത സമയമാണ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മാർഷൽ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ സാധാരണ മനുഷ്യനോ ആണ് ഇപ്പോൾ മാർക്ക് ഫെല്ലർ. മാർക്കിന്റെ ശക്തി ആ ശരീരം മാത്രമാണ്. അഡീഷണൽ ആയിട്ട് ഒരു പവറും മാർക്കിനില്ല. അഡീഷണൽ ആയ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാത്ത സമയത്ത് മാർക്കിനെ ഇടിക്കുമ്പോൾ മാർക്കിന് ആ സെയിൻലി ബോഡി ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ വജ്ര ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ ആ ഗ്രീൻ വുഡ് ടെക്നിക്കും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് മൂന്നും ഇല്ലാത്ത മാർക്കിന്റെ സ്വന്തം ബോഡിയിലാണ് സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് ഷാങ് മാങ് ഇടിക്കേണ്ടത്. ഷാങ് മാങ് അങ്ങനെ പറഞ്ഞപ്പോൾ വിനിയും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അത് അപകടമാവില്ലേ? സാരമല്ല ഷാങ്, നീ ഇടിക്ക്. അത് കേട്ടതും ഷാങ് മാങ് അവന്റെ സ്പിരിച്വൽ എനർജി റിലീസ് ചെയ്തു. ഷാങ് മാങ്ങിന്റെ ഹോളി ബോഡിക്ക് ചുറ്റും ആ സ്പിരിച്വൽ എനർജി റിലീസ് ചെയ്യപ്പെടുമ്പോൾ ഒരു ചുവന്ന പ്രകാശമാണ് ഷാങ് മാങ്ങിന് പുറത്തുണ്ടാവുക. അവന്റെ സ്പിരിച്വൽ എനർജിയുടെ പ്രത്യേകത അതാണ്. ആ ചുവന്ന പ്രകാശം രക്ത നിറത്തിലാണ് ഉള്ളത്. രക്തത്തിന്റെ നിറത്തിലുള്ള ആ പ്രകാശം ഷാങ് മാങ്ങിന്റെ ബോഡിക്ക് ചുറ്റും ഉണ്ടായതും ഷാങ് മാങ് അവന്റെ കൈയിലേക്ക് ആ പവർ കൊണ്ടുവരികയാണ്. ആ കൈയിലേക്ക് ആ പവർ എത്തിച്ച ഷാങ് മാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, പ്ലീസ് ശ്രദ്ധിക്കണേ. അങ്ങനെ പറഞ്ഞിട്ട് ഷാങ് മാങ് മുന്നോട്ട് കുതിച്ചൊരൊറ്റ ഇടി. ഷാങ് മാങ്ങിന്റെ ഇടി മാർക്ക് ഫെല്ലർ കൈകൊണ്ട് തടുക്കുമെന്നാണ് യഥാർത്ഥത്തിൽ ഷാങ് മാങ് കരുതിയത്. പക്ഷേ നേരത്തെ മാർക്ക് തടുത്തതുപോലെ ബോഡി കൊണ്ടാണ് മാർക്ക് വീണ്ടും ആ ഇടി തടുത്തത്. ഷാങ് മാങ്ങിന്റെ അതിശക്തമായ ആ പഞ്ച് ഒരു ചുവന്ന പ്രകാശത്തോടു കൂടി മാർക്ക് ഫെല്ലറെ നേരെ പാഞ്ഞു വന്ന് മാർക്കിന്റെ നെഞ്ചിൽ തറച്ചതും വിനി ഫാങ്ങും ഷാങ്ങും കണ്ണുമിഴിച്ച് ആ രംഗത്തിലേക്ക് നോക്കുകയാണ്.
ആ ഇടിയുടെ ഫലമായിട്ട് ശരിക്കും തീപ്പൊരികൾ ചിതറിയിരുന്നു. പ്രകാശ സ്ഫോടനവും ഉണ്ടായി, ശബ്ദവും ഉണ്ടായി. ഹോളി ഗേറ്റിലെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ മലകൾക്കിടയിലേക്ക് വന്നു നിന്നാണ് അവർ ഈ ആക്ടിവിറ്റി ചെയ്യുന്നത്. ഒരു സെക്കൻഡിന്റെ നിശബ്ദതയ്ക്ക് ശേഷം ചാങ്ങും വിനിയും മാർക്കിനടുത്തേക്ക് ഓടി വന്ന് മാർക്കിനെ നോക്കുമ്പോൾ മാർക്ക് നിന്ന സ്ഥലത്ത് നിന്ന് നിൽക്കുകയാണ്. മാർക്കിന്റെ ബോഡിയിൽ ഒരു പോറലുമില്ല, ആ ഇടി ഏറ്റതിൻ്റെ അടയാളം പോലുമില്ല. അത് കണ്ട് ചാങ്മാങ് മാർക്കിന് ചുറ്റും നടന്നിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇത് വിശ്വസിക്കാൻ പാടാണ്. ഞാനൊരു മാർഷൽ സെയിന്റ് ആണ്. മാർഷൽ സെയിന്റിന്റെ പവറിലാണ് ഞാൻ നിന്നെ ഇടിച്ചത്. പക്ഷേ മാർക്ക്, ആ ഇടി നിന്റെ പുറത്ത് തൊട്ടതായി പോലും കാണുന്നില്ല. ഏയ് ചാങ്, ആ ട്യുലൈറ്റ് എനർജി, എൻ്റെ സ്പിരിച്വൽ എനർജി വലിച്ചെടുത്തെങ്കിലും എനിക്ക് അഡീഷണൽ ശക്തി ആ ട്യുലൈറ്റ് എനർജി നേടിത്തന്നിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർക്ക് ആ ശവകുടീരത്തിന് പുറത്തു വന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു ഫീല് അനുഭവപ്പെട്ടിരുന്നു. മാർക്കിന്റെ ശക്തി കൂടിയതുപോലെ ഒരു തോന്നലാണ് മാർക്കിന് ആ നിമിഷത്തിൽ ഉണ്ടായത്. അത് യഥാർത്ഥത്തിൽ ശരിയാണോ എന്ന് പരീക്ഷിച്ചു നോക്കാനാണ് ചാങ്മാങ്ങിനെ മാർക്ക് ഉപയോഗിച്ചത്. ഇപ്പോൾ കാര്യം വ്യക്തമാണ്. മാർക്കിന്റെ ഫിസിക്കൽ ബോഡി അവിശ്വസനീയമാം വിധം ശക്തമായിരിക്കുകയാണ്. മാർഷൽ സെയിന്റിന്റെ ബോഡിയൊന്നും അല്ല ഇപ്പൊ മാർക്കിന്. ഒരു മൈറ്റി ലെവലിലോ ഓൾ മൈറ്റി ലെവലിലോ ഒക്കെ ഉള്ള ആളിന്റെ അതേ കപ്പാസിറ്റി മാർക്കിന്റെ ബോഡി നേടിയിരിക്കുകയാണ്. തന്റെ ബോഡി അതിശക്തമായി മാറുന്നു എന്ന് മനസ്സിലാക്കിയ മാർക്ക് ചാങ്മാങ്ങിനോടും വിനി ഫാങ്ങിനോടായി പറഞ്ഞു, ഓക്കെ, ഞാൻ കുറച്ച് ദിവസം ഒന്ന് സെക്ലൂഷനിലേക്ക് പോവുകയാണ്. റിക്രൂട്ട്മെന്റ് ഡ്രൈവ് പൂർത്തിയാകാറാകുമ്പോൾ ഞാൻ മടങ്ങി വരാം. മാർക്ക് അവരോട് യാത്ര പറഞ്ഞിട്ട് നേരെ പോയത് ഷിയാവു മാർക്കിനെ കണ്ട ആ സമുദ്രത്തിലേക്കാണ്. അവിടെ ആ സമുദ്രത്തിന്റെ അടിയിൽ നിന്നാണ് മാർക്കിന് യഥാർത്ഥത്തിൽ ആ ഡിവൈൻ ഐ ലഭിച്ചത്. അതിനടിയിൽ അതിശക്തമായ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യമുണ്ടെന്ന് മാർക്കിന് നേരത്തെ തോന്നിയിരുന്നു. ക്ലൗഡ് ഡ്രാഗൺ ഐലൻഡിൽ എന്തുകൊണ്ട് ഒരുപാട് ഡീമനുകൾ വരുന്നു? ഡീമനുകൾ വിളിക്കുമ്പോഴൊക്കെ അവർ പൊങ്ങി വരണമെങ്കിൽ താഴെ വൻതോതിൽ സ്പിരിച്വൽ എനർജി കാണും. ആ സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് തനിക്ക് തന്റെ സ്പിരിച്വൽ എനർജി തിരിച്ചു പിടിക്കാൻ പറ്റിയാലോ? അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത് കൊണ്ടാണ് മാർക്ക് ഫെല്ലർ ആ സമുദ്രത്തിന്റെ അടിയിലേക്ക് നീങ്ങിയത്. മാർക്കിന്റെ ബോഡിക്ക് ഇപ്പോൾ എത്ര പ്രഷറും താങ്ങാൻ കഴിയും എന്നൊരു സ്റ്റേജ് ആയിരിക്കുകയാണ്. നേരത്തെ സെയിൻലി ബോഡി ടെക്നിക്കിന്റെയും വജ്ര ബോഡി ടെക്നിക്കിന്റെയും അതുപോലെ ഗ്രീൻവുഡ് ബോഡി ടെക്നിക്കിന്റെയും സംയുക്ത സഹായം മാർക്കിന് ഉണ്ടായിരുന്നിട്ട് പോലും മാർക്കിന് അധികം താഴേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ കടലിനടിയിലെ പ്രഷർ താങ്ങാൻ കഴിയാതെ മാർക്ക് അന്ന് മുകളിലേക്ക് പൊങ്ങി വരികയായിരുന്നു. ഇന്ന് പക്ഷേ മാർക്ക് ആ ബോഡി കവറിങ്ങിന്റെ ഒരു സഹായവുമില്ലാതെയാണ് സമുദ്രത്തിന് അടിയിലേക്ക് ഇറങ്ങുന്നത്. മാർക്കിന്റെ ആ സ്വന്തം ബോഡി അല്ലാതെ ഒരു തരത്തിലുള്ള മാന്ത്രിക സ്പെല്ല് ഉപയോഗിക്കാതെ എത്ര താഴോട്ട് ഇറങ്ങിയിട്ടും മാർക്കിന് പ്രഷർ അനുഭവപ്പെടുന്നേ ഇല്ല. പ്രഷർ അനുഭവപ്പെടാത്തത് അവിടെ പ്രഷർ ഇല്ലാത്തതുകൊണ്ടല്ല, പ്രഷർ ഉണ്ട്. പക്ഷെ മാർക്കിന്റെ ബോഡിയെ അത് ബാധിക്കുന്നില്ല. അവിടെ വൻതോതിൽ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യം മാർക്ക് കാണുന്നുണ്ട്. പക്ഷെ മാർക്കിന് ആ സ്പിരിച്വൽ എനർജി വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. മാർക്കിന്റെ ബോഡിയിലെ സകല ദൂരങ്ങളും ആക്ടിവേറ്റ് ചെയ്ത് മാർക്ക് ആ ശക്തമായ സ്പിരിച്വൽ എനർജി റിസീവ് ചെയ്യാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും ആ സ്പിരിച്വൽ എനർജി മാർക്കിന്റെ ബോഡിയിലേക്ക് കയറുന്നില്ല. പക്ഷേ അതിന് പകരം മറ്റൊരു കാര്യം സംഭവിക്കുന്നതായി മാർക്കിന് ഫീൽ ചെയ്തു. മാർക്കിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് ആ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യത്തിൽ വർദ്ധിക്കുന്നതായിട്ടാണ് മാർക്ക് കണ്ടത്. മാർക്ക് ആ സ്പിരിച്വൽ എനർജിയുടെ കേന്ദ്രത്തിൽ ഏകദേശം 3 ദിവസത്തോളം ധ്യാനത്തിൽ തന്നെ ഇരിക്കുകയും ചെയ്തു. 3 ദിവസം കഴിഞ്ഞ് മാർക്ക് സമുദ്രത്തിന് മുകളിലേക്ക് പൊങ്ങി വരുമ്പോൾ നേരത്തെക്കാൾ ഒരുപാട് തന്റെ ശക്തി വർദ്ധിച്ചൊരു ഫീല് മാർക്കിനുണ്ട്. മാർക്ക് ഹെവൻലി ഗേറ്റിലേക്ക് മടങ്ങിയെത്തുമ്പോൾ റിക്രൂട്ട്മെന്റ് ഏതാണ്ട് അവസാനിക്കാറായിരിക്കുകയാണ്. അന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ട ആളിന്റെ പേര് യാനിഷ മാർക്കിനോട് പറഞ്ഞു. ആ പേര് കേട്ട് മാർക്ക് അറിയാതെ ചിരിച്ചു പോവുകയാണ്. മാർക്ക് ചിരിക്കുന്ന കേട്ടപ്പോൾ യാനിഷ ചോദിച്ചു, എന്തു പറ്റി? ഈ ഹാൻ വിൽമൗണ്ടിനെ മാർക്കിനെ അറിയുമോ? മാർക്ക്, അവൻ കുഴപ്പക്കാരനാണെങ്കിൽ നമുക്ക് അവനെ ഒഴിവാക്കാം. ഹെവൻലി ഗേറ്റിൽ നടന്ന ആ റിക്രൂട്ട്മെന്റിൽ സാക്ഷാൽ ഹാൻ കുടുംബത്തിന്റെ ഹാൻ വിൽമൗണ്ട് പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ മാർക്ക് ചിരിച്ചു പോയതാണ്. മാർക്ക് യാനിഷയോട് പറഞ്ഞു, ഹേയ്, കുഴപ്പമില്ല, അവനും കൂടെ ഇരിക്കട്ടെ. ഹാൻ വിൽമൗണ്ടിനെ വേണ്ട എന്ന് മാർക്ക് പറഞ്ഞാൽ യാനിഷ അപ്പോഴേ ആ പേര് വെട്ടും. അത് മാർക്കിന് അറിയാം. മാർക്കും യാനിഷയും കൂടി അങ്ങനെ സംസാരിക്കുമ്പോൾ ഹാൻ വിൽമൗണ്ട് സെലക്ട് ചെയ്യപ്പെട്ട വിവരം ബ്ലാക്ക് കുടുംബത്തിൽ അറിഞ്ഞു. ബ്ലാക്ക് കുടുംബത്തിൽ ജിനേവോ ബ്ലാക്ക് അത് അറിഞ്ഞതും അവന്റെ പിതാവ് ഷാൻഖായിയെ സമീപിച്ചു. അച്ഛാ, എനിക്കും ഹോളി റീജിയനിലേക്ക് പോകണം. ഏയ്, ഹോളി റീജിയനിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ല.
അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാനത് സമ്മതിക്കത്തില്ല. എനിക്ക് ഹോളി റിജിലേക്ക് പോയേ പറ്റൂ. ഏയ് ജിനാവോ, നീ എന്തായി പറയുന്നത്? അവിടെ ഹോളി റിജിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് ഹെവൻലി ഗേറ്റിലാണ്. ഹെവൻലി ഗേറ്റ് മാർക്കിന് സ്വന്തമാണെന്നുള്ള കാര്യം നിനക്കറിയാം. മാർക്ക് ഒരു കാരണവശാലും നിന്നെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അച്ഛൻ എങ്ങനെയെങ്കിലും മാർക്കിനെ സ്വാധീനിക്കണം. ഏയ് ജിനാവോ, നീ എന്തായി പറയുന്നത്? ഞാൻ മാർക്കിന്റെ കാല് പിടിക്കണമെന്നാണോ നീ പറയുന്നത്? അച്ഛൻ തടസ്സങ്ങളൊന്നും പറയരുത്. എനിക്ക് ഹോളി റിജിലേക്ക് പോയേ പറ്റൂ. ഹോളി റിജിൽ പോയാൽ എനിക്ക് ഉറപ്പാണ് എന്നെ നഷ്ടപ്പെട്ടു പോയ കൾട്ടിവേഷൻ എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ഞാൻ അവിടെ വെച്ച് മാർക്കിനെ തോൽപ്പിക്കും. ജിനാവോ ഏതാണ്ട് ഭ്രാന്തനെ പോലെ അങ്ങനെ പറഞ്ഞപ്പോൾ ഷാൻഹായി മാർക്കിനെ കാണാമെന്ന് സമ്മതിച്ചു. ഈ സമയത്ത് ഹെവൻലി ഗേറ്റിൽ കൊണ്ടുപോകാനുള്ള ആളുകളുടെ ലിസ്റ്റ് മാർക്ക് തയ്യാറാക്കുകയാണ്. മാർക്കിന് ലഭിച്ചിരിക്കുന്ന 20 പേരുടെ ആ കോട്ട ഫില്ല് ചെയ്യാനായി മാർക്കുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. ആ ലിസ്റ്റിൽ മാർക്ക് ആദ്യം എഴുതിയ പേര് ചാങ് മാങ് എന്നാണ്. തുടർന്ന് മാർക്ക് പൗലിൻ മാസ്റ്റർ എന്നും ജിയാങ് ഹി എന്നൊക്കെ എഴുതി. അതിനുശേഷം യാവോമെങ്, ഷുവാങ് ടെങ്, കോങ് യാനിക്, ചു ഹെഡ്, ചു ഹെങ്, യുവാൻ ഷോ അങ്ങനെ ഒന്നൊന്നായി എഴുതുകയാണ്. മാർക്കുമായി ബന്ധമുള്ള ആളുകളെയൊക്കെയാണ് മാർക്ക് ആ ലിസ്റ്റിൽ കൊണ്ടുവരേണ്ടത്. 20 പേരടങ്ങിയ ലിസ്റ്റിൽ മാർക്ക് തയ്യാറാക്കേണ്ടത് 19 പേരെയാണ്. 20ാമത്തെ ആള് മാർക്കാണല്ലോ. ബാക്കി 10 ആളുകളെയാണ് യഥാർത്ഥത്തിൽ യാനിഷ റിക്രൂട്ട് ചെയ്യുന്നത്. ആ 10 പേരിൽ ഒരാളിപ്പോ ഹാൻ വിൽമൗണ്ട് ആണ്. മാർക്ക് ഫെല്ലർ ആ ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാർക്കിനെ കാണാനായി ഷാൻഹായി എത്തുന്നത്. ഷാൻഹായി എത്തിയ വിവരം പറഞ്ഞതും മാർക്ക് ആ പ്രധാന ഹാളിലേക്ക് വന്നു. ഷാൻഹായി മാർക്കിനെ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്താ മിസ്റ്റർ ഷാൻഹായി ഇവിടേക്കൊക്കെ? എനിക്ക് മാർക്കിന്റെ ഒരു സഹായം വേണം. എന്ത് സഹായമാണ് ഞാൻ ഷാൻഹായിക്ക് ചെയ്തു തരേണ്ടത്? മാർക്ക്, എന്റെ മകൻ ജിനാവോ ഹോളി റീജിയനിലേക്ക് പോകാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. മാർക്ക് അവനെ കൂടി കൊണ്ടുപോകണം. ഹേയ് ഷാൻഹായി എന്തായി പറയുന്നത്? ഹോളി റീജിയനിലേക്ക് പോകാൻ യോഗ്യതയുള്ള ആളുകൾ ഇവിടെ ഒരുപാടുണ്ട്. ആ സമയത്ത് ഞാൻ എന്തിന് ജിനാവോയെ അവിടേക്ക് പോകാൻ അനുവദിക്കണം? മാർക്ക്, നീ പറയുന്നതാണ് കണ്ടീഷൻ. നീ എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിക്കും. എനിക്ക് എൻ്റെ മകനെ ഹോളി റീജിയനിലേക്ക് അയക്കണം. അത് അവൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ ഷാൻഹായി പറഞ്ഞതും മാർക്ക് ഒരു നിമിഷം ഷാൻഹായി തന്നെ നിശബ്ദനായി നോക്കി നിന്നതിന് ശേഷം ഷാൻഹായിയോട് പറഞ്ഞു, ഓക്കെ, ഒരൊറ്റ കണ്ടീഷൻ. ആ കണ്ടീഷൻ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ജിനാവോയ്ക്ക് അവസരം കൊടുക്കാം. മാർക്ക്, എന്താണ് കണ്ടീഷൻ? പറയൂ. ഷാൻഹായി, നിങ്ങൾ ബ്ലാക്ക് കുടുംബത്തിന്റെ അധികാരം ഒഴിയണം. മാർക്ക് എന്താ പറയുന്നത്? ഞാൻ ബ്ലാക്ക് കുടുംബം ഉപേക്ഷിക്കണമെന്നോ? ഷാൻഹായി, നിങ്ങൾ ബ്ലാക്ക് കുടുംബത്തിന്റെ അധികാരം ഒഴിഞ്ഞിട്ട് ആ അധികാരം ഓൾഡ് മാസ്റ്റർ സെബാസ്റ്റ്യൻ ബ്ലാക്കിന് കൊടുക്കണം. അങ്ങനെ ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ജിനോവയെ ഹോളി റീജിയനിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ അനുവാദം കൊടുക്കാം. നിങ്ങൾ പെട്ടെന്ന് മറുപടി പറയണം എന്നെനിക്ക് നിർബന്ധമില്ല. ഇന്ന് നിങ്ങൾ നന്നായി ആലോചിക്കുക. നാളെ രാവിലെ മറുപടി പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ അവസരത്തെക്കുറിച്ച് വിലപിക്കാൻ നിങ്ങൾക്കൊരു അവസരം ഉണ്ടാകാതിരിക്കാനാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. ഷാൻഹായിയോട് മാർക്ക് പറഞ്ഞിരിക്കുന്നത് വ്യക്തമായ കണ്ടീഷനാണ്. ആ കണ്ടീഷൻ കേട്ടുകൊണ്ടാണ് ഷാൻഹായി ജിനോവോയുടെ അടുത്തേക്ക് മടങ്ങിയെത്തിയത്. അവിടെ എത്തിയതും ഷാൻഹായി ജിനോവോയോട് മാർക്ക് വെച്ച കണ്ടീഷൻ പറഞ്ഞു. അത് കേട്ടതും ജിനാവോ ഷാൻഹായിയോട് പറഞ്ഞു, അച്ഛാ കണ്ടീഷൻ സമ്മതിക്കും. ഏയ് ജിനാവോ, നീ എന്താ പറയുന്നത്? ഈ ബ്ലാക്ക് കുടുംബം ഞാൻ വിട്ടുകൊടുക്കണമെന്നാണ്? അച്ഛാ ആർക്കാ ഈ അധികാരം വിട്ടുകൊടുക്കുന്നത്? എന്റെ മുത്തച്ഛനല്ലേ, അങ്ങയുടെ അച്ഛനല്ലേ? അങ്ങയുടെ അച്ഛൻ എത്ര നാൾ കൂടി ജീവിച്ചിരിക്കുമെന്നാണ് അച്ഛൻ കരുതുന്നത്? ആ ചോദ്യം ശരിക്കും ആപ്റ്റ് സമയത്താ ജിനാവോ ചോദിച്ചത്. ജിനാവോ ആ ചോദ്യം ചോദിച്ചതും ഷാൻഹായി ജിനാവോട് പറഞ്ഞു, ഏയ് ജിനാവോ, നിനക്ക് നിന്റെ മുത്തച്ഛനെ നന്നായി അറിയില്ല, അതാ വിഷയം. ഒരിക്കൽ എൻ്റെ അച്ഛൻ ഈ ബ്ലാക്ക് കുടുംബത്തിന്റെ അധികാരത്തിലേക്ക് വന്നാൽ ആ നിമിഷം തന്നെ അച്ഛൻ ആ തീരുമാനങ്ങൾ എടുക്കും. ഞാനുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും എല്ലാ പോസ്റ്റുകളിൽ നിന്നും അച്ഛൻ ഒഴിവാക്കും. അച്ഛന് ഈ സാമ്രാജ്യം കൈക്കലാക്കാൻ പിന്നെ അധിക സമയമൊന്നും വേണ്ടി വരില്ല. അങ്ങനെ ഷാൻഹായി പറഞ്ഞതും ജിനാവോ ഷാൻഹായിയോട് പറഞ്ഞു, അച്ഛ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് ഹോളി റീജിയനിലേക്ക് പോയേ പറ്റൂ. ഞാൻ ഹോളി റീജിയനിൽ പോയില്ലെങ്കിൽ ഞാൻ ഈ ജീവിതകാലം മുഴുവൻ മാർക്കിന്റെ പിന്നിലായിപ്പോവും. എനിക്കത് പറ്റത്തില്ല. എനിക്ക് മാർക്കിനൊപ്പം എത്തണം, മാർക്കിനെ തോൽപ്പിക്കണം. ജിനാവോ ബ്ലാക്ക് അവന്റെ മനസ്സ് വ്യക്തമായും അവന്റെ പിതാവിന് മുന്നിൽ തുറന്നു വെക്കുകയാണ്. ഈ സംഭവവികാസങ്ങൾ അവിടെ അങ്ങനെ നടക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ജിയാങ് ഗുവിനെ വിളിച്ചു. ജിയാങ് ഗുവിന് മുന്നിൽ മാർക്ക് ആ ഓഫർ വെക്കുകയാണ്. ഹോളി റീജിയനിലേക്കുള്ള ഒരു സീറ്റ് മാർക്ക് ജിയാങ് ഗുവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കണമെന്ന് പറഞ്ഞതും ജിയാങ് ഗു മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ നല്ല മനസ്സിന് നന്ദി, പക്ഷേ ഞാൻ വരുന്നില്ല. എനിക്ക്
ഇവിടേക്ക് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞാൽ മതി. ജിയാങ്കു ചിൽഷെറിൽ എല്ലാവരും അറിയുന്ന ആളാണ്. ചിൽഷെറിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ആളുമാണ് ജിയാങ്കു. ആ ജിയാങ്കുവിന് ചിൽഷെർ അയാളുടെ ഒരു സാമ്രാജ്യം പോലെ കൊണ്ടുനടക്കാൻ പറ്റും. ഇപ്പോ കാൻ സിറ്റിയിൽ ഹെവൻലി ഗേറ്റിന്റെ ചുമതലയും ജിയാങ്കുവിനുണ്ട്. അവിടെയും ജിയാങ്കുവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഹോളി റീജിയനിലേക്ക് പോകില്ല എന്ന് ജിയാങ്കു തീർത്തു പറഞ്ഞതും മാർക്ക് ഫെല്ലർ, മാർക്കിന്റെ പിതാവ് മാർക്കിന് കൊടുക്കാനായി തേയില ഏൽപ്പിച്ചിരുന്ന ആ സെൻട്രൽ സിറ്റിയിലെ മാർക്കിന്റെ ഗുരുവിനെ വിളിച്ചു. അദ്ദേഹവും ജിയാങ്കു പറഞ്ഞ അതേ മറുപടിയാ പറഞ്ഞത്. അദ്ദേഹത്തിനും ഹോളി റീജിയനിലേക്ക് പോകാൻ ഒരു താല്പര്യവുമില്ല. മാർക്ക് ഫെല്ലർ അങ്ങനെ മാർക്കുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ കോൺടാക്ട് ചെയ്ത് ആ ലിസ്റ്റ് പൂർത്തീകരിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവിടെ ഒരു കാർ വന്നു. മാർക്ക് ആ കാർ വന്ന വിവരം അറിഞ്ഞതും ഹാളിലേക്ക് ഓടി വന്നു. മാർക്കിന്റെ അടുത്തേക്ക് ആ സമയത്ത് നടന്നു വന്നത് സാക്ഷാൽ സെബാസ്റ്റ്യൻ ബ്ലാക്ക് ആണ്. സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ ഇപ്പൊ കണ്ടാൽ ശരിക്കും ആളുകൾ ഒന്ന് അമ്പരന്ന് പോകും. സെബാസ്റ്റ്യൻ ബ്ലാക്കിന് മാർക്ക് നേരത്തെ ഒരു ചെറുപ്പക്കാരന്റെ ബോഡി സംഭാവന കൊടുത്തതാണ്. ആ ചെറുപ്പക്കാരന്റെ ബോഡിയിലേക്ക് സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ ആ ഡിവൈൻ സെൻസിനെ മാറ്റി സ്ഥാപിച്ച മാർക്ക് ഇപ്പോ ഓൾഡ് മാസ്റ്ററെ കണ്ടപ്പോൾ ശരിക്കും ഒന്ന് ഞെട്ടി അങ്ങനെ നിന്നു പോവുകയാണ്. ഓൾഡ് മാസ്റ്റർ എന്ന വിളി അനർത്ഥമാക്കുന്ന ശൈലിയിൽ അദ്ദേഹം ശരിക്കും പ്രായമായിട്ടുണ്ട്. മുടിയെല്ലാം നരച്ചിട്ടുണ്ട്. പ്രായം വളരെ വളരെ വിസിബിൾ ആണ്. ഹാളിനകത്തേക്ക് കടന്നു വന്ന സെബാസ്റ്റ്യൻ ബ്ലാക്കും മാർക്കിനെ തന്നെ നോക്കുകയാണ്. മാർക്കിന്റെ മുടിയും നല്ല വെളുത്തിട്ടാണ്. പക്ഷെ മുടി ക്രോപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അഭംഗിയൊന്നും ഇല്ല എന്ന് മാത്രം. മാർക്കിന്റെ മുഖത്തുണ്ടായിരുന്ന ചുളിവുകളെല്ലാം പൗല മാസ്റ്റർ കൊടുത്ത മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ പൂർണ്ണമായും മാറി. മാർക്ക് ചെറുപ്പമാണെങ്കിലും മുടി വെളുത്തിട്ടാണ്. മാർക്ക്, നീ എന്താ മുടിയൊക്കെ വെളുപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഓൾഡ് മാസ്റ്റർ, ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമല്ലാത്തത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ആ വിഷയത്തിൽ നിന്നേ അങ്ങ് മാറി. സെബാസ്റ്റ്യൻ ബ്ലാക്കും മാർക്കും കൂടി മാർക്കിന്റെ മുറിയിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് ഒരു കാറ് വന്നു നിൽക്കുന്ന ശബ്ദം മാർക്ക് കേൾക്കുന്നത്. ആ കാറിന്റെ ശബ്ദം മാർക്കിനേക്കാൾ ഏറെ പരിചയമുള്ളത് സെബാസ്റ്റ്യൻ ബ്ലാക്കിനാണ്. ആ കാറിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ സെബാസ്റ്റ്യൻ ബ്ലാക്ക് മാർക്കിനോട് പറഞ്ഞു, ഷാൻഹായിയുടെ വണ്ടിയാണല്ലോ വന്നിരിക്കുന്നത്. അങ്ങനെ അവർ സംസാരിക്കുമ്പോഴേക്കും ഷാൻഹായ് ആ മുറിയിലേക്ക് എത്തി. അവിടേക്ക് എത്തിയ ഷാൻഹായ് കാണുന്നത് സാക്ഷാൽ സെബാസ്റ്റ്യൻ ബ്ലാക്കിനെയാണ്. അച്ഛപ്പോഴാ വന്ന? ഷാൻഹായ്, നീ ഇരിക്കേ. സെബാസ്റ്റ്യൻ ബ്ലാക്ക് മകനെ അടുത്ത് പിടിച്ചിരുത്തിയതും ഷാൻഹായ് തിരിഞ്ഞ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അച്ഛനെ ഞാൻ കൊണ്ടുപോവുകയാണ്. മാർക്ക് പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യും. കൂടുതൽ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും സമയം കൊടുക്കാതെ ഷാൻഹായ് സെബാസ്റ്റ്യൻ ബ്ലാക്കുമായി ഇറങ്ങാൻ പോയതും ഷാൻഹായോടായി മാർക്ക് പറഞ്ഞു, ഷാൻഹായ്, ഒരു നിമിഷം എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഷാൻഹായെ വിളിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങി. അവർ അല്പനേരം നടന്ന് ആരും അവർ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല എന്ന് ഉറപ്പുള്ളൊരു സ്ഥലത്തെത്തിയതും മാർക്ക് ഷാൻഹായോട് പറഞ്ഞു, ഷാൻഹായ്, നിങ്ങൾ ബ്ലാക്ക് കുടുംബത്തിന്റെ ഹെഡായിരിക്കാൻ വളരെ കാലങ്ങൾക്ക് മുമ്പേ ആഗ്രഹിച്ചതാണ് എന്ന് എനിക്കറിയാം. ആ സ്ഥലത്തുനിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുമെന്നും എനിക്കറിയാം. പക്ഷേ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ സ്നേഹിക്കണം. നിങ്ങളുടെ അധികാരം കൈമാറുന്നത് നിങ്ങളുടെ അച്ഛനാണ്. അച്ഛനെ ഒന്ന് സ്നേഹിക്കുക. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ അച്ഛന് പരമാവധി ആയുസ് ഇനിയൊരു 3 മാസം കൂടി മാത്രമാണ്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം ഷാൻഹായിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? മാർക്ക്, ഞാനത് മനസ്സിലാക്കുന്നു. ഷാൻഹായി കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ മാർക്കിന്റെ അടുത്തുനിന്ന് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. സെബാസ്റ്റ്യൻ ബ്ലാക്കുമായി ആ മേബാക്കിൽ ഷാൻഹായി മടങ്ങുമ്പോൾ സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഷാൻഹായി. ഷാൻഹായി മാർക്ക് പറഞ്ഞതുപോലെ തന്നെ ഒരു പത്രസമ്മേളനം നടത്തുകയും പത്രക്കാരോട് അയാൾ കുടുംബത്തിന്റെ അധികാരം ഒഴിയുന്നുവെന്നും ആ അധികാരം സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സെബാസ്റ്റ്യൻ ബ്ലാക്ക് മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം പത്രക്കാരോട് പറയുകയാണ്. സെബാസ്റ്റ്യൻ ബ്ലാക്ക് മരിച്ചു, അതിനുശേഷം ഷാൻഹായി അധികാരം ഏറ്റെടുത്തു എന്നാണ് പൊതുവെ എല്ലാവരും അറിഞ്ഞിരുന്ന കാര്യം. സെബാസ്റ്റ്യൻ ബ്ലാക്ക് മരിച്ചിട്ടില്ല എന്നും അദ്ദേഹം ജീവനോടുണ്ടെന്നുള്ള ആ യാഥാർത്ഥ്യം പത്രങ്ങളിൽ ഒരു വലിയ വാർത്തയായി മാറി. ഒരു ഭാഗത്ത് കാര്യങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ലിസ്റ്റ് പൂർത്തിയായി കഴിഞ്ഞു. മാർക്ക് ഫെല്ലർ ആ ലിസ്റ്റ് പൂർത്തീകരിച്ചതും മറുഭാഗത്ത് യാനിഷിയും അവളുടെ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. മാർക്ക് ഉൾപ്പെടെ 30 ആളുകൾ ആ ലിസ്റ്റിലുള്ളത്. അതിന് പുറമേ ഉള്ളത് യാനിഷിയും യാനിഷയുടെ സഹോദരനുമാണ്. ആ 32 അംഗ ടീമാണ് ഹോളി റീജിയനിലേക്ക് മടങ്ങാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് കിടക്കുന്ന മാർക്ക് എപ്പോഴാണ് ഉറങ്ങിയെന്ന് മാർക്കിന് അറിയില്ല. ഉറക്കത്തിൽ അസാധാരണമായ ഒരു സ്വപ്നം മാർക്ക് കാണുകയാണ്. മാർക്ക് ആ സ്വപ്നം കാണുമ്പോൾ മാർക്കിന്റെ കണ്ണിലേക്ക് തെളിഞ്ഞു വരുന്നത് കറുത്ത നിറത്തുള്ള ഒരു കല്ലാണ്, ഒരു ഇങ്ക് സ്റ്റോൺ. ആ കറുത്ത നിറത്തുള്ള കല്ല് സാവധാനം ഒരു കണ്ണാടിയായി മാറി. ആ കണ്ണാടിയിൽ മാർക്ക് അതീവ സുന്ദരിയായ ഒരു യുവതിയാണ് തുടർന്ന് കാണുന്നത്. ആ സ്ത്രീ ശരിക്കും സുന്ദരിയാണ്. നല്ല പൊക്കമുള്ള
നടക്കുമ്പോൾ പോലും അസാമാന്യമായ ഒരു ഗാംഭീര്യമുള്ള സുന്ദരിയായ സ്ത്രീ, എല്ലാ ആളുകളുടെയും ബഹുമാനം ഏറ്റുവാങ്ങുന്ന അനവധി രംഗങ്ങൾ ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ മാർക്കിന്റെ മനസ്സിലൂടെ അങ്ങനെ കടന്നു വരികയാണ്. മാർക്ക് ആ സുന്ദരി അങ്ങനെ പിന്തുടരുമ്പോൾ മാർക്ക് അടുത്ത് കാണുന്നത് സുന്ദരി ഒരു കുഞ്ഞിന് ജന്മം നൽകിയ വാർത്തയാണ്. സുന്ദരിയെ പ്രസവിച്ച മുറിയിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരാൾ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് മാർക്ക് കാണുന്നത്. അതിനുശേഷം മാർക്ക് കാണുന്ന രംഗത്തിൽ സുന്ദരി ആകെ വിഷണ്ണയാണ്. ക്രമേണ അവരുടെ ആ സങ്കടം കൂടി വരികയാണ്. പതുക്കെ പതുക്കെ അവരുടെ മുഖത്ത് പ്രായം ദൃശ്യമായി തുടങ്ങി. തലമുടിയൊക്കെ വെളുത്തു തുടങ്ങുകയാണ്. ആ സ്ത്രീ വല്ലാത്തൊരു മുഖഭാവത്തോടെ അങ്ങ് വിദൂരത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ മാർക്ക് ഒരു ശബ്ദം കേട്ടു. ഏയ് മാർക്ക് ഫെല്ലർ, നിന്റെ അമ്മ ഇങ്ങനെ വിഷമിക്കുമ്പോൾ നീ അങ്ങ് ഹോളി റീജിയനിലേക്ക് പോകാൻ പോവുകയാണ്. വളരെ അടുത്ത് നിന്ന് ആരോ ആ ചോദ്യം ചോദിച്ചതായിട്ടാണ് മാർക്കിന് തോന്നിയത്. മാർക്ക് പെട്ടെന്ന് ഞെട്ടി കണ്ണു തുറന്നു. കണ്ണു തുറക്കുമ്പോൾ അവിടെ ആരുമില്ല. അവിടെ ആരെയും കാണാതെ വന്നപ്പോൾ മാർക്കിന് മനസ്സിലായി താൻ കണ്ടത് സ്വപ്നമാണ്. സ്വപ്നത്തിൽ താൻ കണ്ടത് ആരെയാണ്? അങ്ങനെ ഒരു ചോദ്യം മാർക്കിന്റെ മനസ്സിലേക്ക് വന്നപ്പോഴാണ് മാർക്കിന്റെ മുന്നിലുള്ള മേശപ്പുറത്ത് ഒരു ഇങ്ക് സ്റ്റോൺ ഇരിക്കുന്നത് മാർക്ക് കണ്ടത്. മാർക്ക് നേരത്തെ സ്വപ്നത്തിൽ കണ്ട അതേ വലിപ്പത്തിലുള്ള കണ്ണാടിയുടെ അത്രയും വലിപ്പമുള്ള ഒരു ഇങ്ക് സ്റ്റോൺ, അതാണ് മാർക്കിന്റെ മേശപ്പുറത്തിരിക്കുന്നത്. അത് കണ്ടത് മാർക്ക് ഓടിച്ചെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. മാർക്ക് ഓടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഭാഗം മുഴുവൻ റോന്തു ചുറ്റുന്ന സെക്യൂരിറ്റി ഗാർഡുകൾ മാർക്കിനെ കണ്ടു. അവർ ഓടി മാർക്കിന് അടുത്തേക്ക് വന്നു. സെക്ഷൻ മാസ്റ്റർ, എന്താ, എന്തു പറ്റി? ഏയ്, നിങ്ങള് ഇതുവഴി ആരെങ്കിലും പോകുന്ന കണ്ടോ? ഇല്ല സെക്ഷൻ മാസ്റ്റർ, ആരെയും കണ്ടില്ല. എന്തായാലും ഞങ്ങൾ ഒന്നുകൂടെ നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാർ ഹെവൻലി ഗേറ്റ് മുഴുവൻ ഒന്നുകൂടി അരിച്ചു പറക്കി തുടങ്ങി. മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് അവിടെ മുഴുവൻ ഒന്ന് സ്കാൻ ചെയ്തു. അതുപോലെ ഡിവൈൻ ആയും മാർക്കൊന്ന് ഉപയോഗിച്ചു. ആരുമില്ല, ഒരു അപരിചിതരും അവിടെ ഇല്ല. പക്ഷേ ആ ഇങ്ക് സ്റ്റോൺ അവിടെ ആരെ കൊണ്ടുവച്ചത്? ആ ഇങ്ക് സ്റ്റോൺ വെച്ച വ്യക്തി തന്നെയാണ് ആ ഡയലോഗ് തന്നോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം നിമിഷ നേരം കൊണ്ട് ഹെവൻലി ഗേറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകാനുള്ള അസാമാന്യമായ ശേഷിയുള്ള ആ ആള് ആരാണ്? താൻ സ്വപ്നത്തിൽ കണ്ടത് തന്റെ അമ്മയാണോ? മാസ്റ്റർ ടിയാൻസിയെ മാർക്ക് കണ്ട സമയത്ത് അദ്ദേഹവും മാർക്കിന്റെ അമ്മയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അവരെവിടെയാണ് താമസിക്കുന്നുള്ള കാര്യം ടിയാൻസിക്ക് അറിയില്ല. പക്ഷേ അവർ ജീവനോടെ ഉണ്ടെന്നാണ് ടിയാൻസി അന്ന് മാർക്കിനോട് പറഞ്ഞത്. ഇപ്പൊ ഇതാ മാർക്ക് കണ്ട ആ സ്വപ്നത്തിൽ അമ്മ സങ്കടത്തോടെ ഇരിക്കുന്നതാണ് മാർക്ക് കണ്ടത്. ഓർമ്മ വെച്ച നാൾ മുതലേ മാർക്കിന് അച്ഛനും ഉണ്ടായിരുന്നില്ല, അമ്മയും ഉണ്ടായിരുന്നില്ല. 30 കൊല്ലങ്ങൾക്ക് ശേഷമാണ് അച്ഛൻ ആദ്യമായി മാർക്കിന്റെ സ്വപ്നത്തിലേക്ക് വരുന്നത്. അതിനുശേഷം വളരെ യാദൃശ്യവശാൽ മാർക്ക് അവന്റെ അച്ഛനെ സ്വപ്നത്തിലൂടെയും ഇമോർട്ടൽ സ്ലെയിങ് സെഷൻ അകത്ത് വെച്ചും സെക്കൻഡ് മിസ്റ്റിക് വേൾഡിനകത്ത് വെച്ചും കണ്ടു. സെക്കൻഡ് മിസ്റ്റിക് വേൾഡിനകത്ത് വെച്ച് അവന്റെ അടുത്തുകൂടി അവന്റെ അച്ഛൻ നടന്നു പോകുമ്പോൾ അവൻ കരുതിയത് അത് നീൽ ഫ്ലെമിംഗ് ആണെന്നാണ്. പക്ഷേ അവന്റെ അമ്മയെ അങ്ങനെ പോലും കാണാനുള്ള അവസരം മാർക്കിന് കിട്ടിയിട്ടില്ല. ഒരു പിടിയും മാർക്കിന് കിട്ടുന്നില്ല. എന്താണ് സംഭവം? അമ്മയെ ഇവിടെ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് താൻ ഹോളി റീജിയനിലേക്ക് പോയാൽ അതെങ്ങനെ ശരിയാകും? ആ ചോദ്യം മാർക്കിന്റെ മനസ്സിലേക്ക് വരികയാണ്. മാർക്ക് വല്ലാതെ അസ്വസ്ഥനാണ്. അന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഹോളി റീജിയനിലേക്ക് അവരെല്ലാവരും പോകാൻ പോകുന്നത്. അതിരാവിലെ മാർക്ക് ഫെല്ലർ പൗരി മാസ്റ്ററെ മുറിയിലെത്തി. പൗരി മാസ്റ്റർ ഏതാണ്ട് വസ്ത്രം മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാർക്ക് വരുന്നത്. അതൊന്നും ശ്രദ്ധിക്കാതെ മാർക്ക് ഫെല്ലർ പൗരി മാസ്റ്റർ അടുത്തേക്ക് ചെല്ലുകയാണ്. പൗരി മാസ്റ്റർ ശബ്ദം കേട്ട് പൗരി മാസ്റ്റർ കൈയൊന്ന് ഉയർത്തിയതും അവിടെ പുറത്തേക്ക് ഒരു ഡ്രസ്സങ്ങ് വീണു. പൗരി മാസ്റ്റർ തിരിഞ്ഞ് മാർക്കിനോട് ചോദിച്ചു, ഏയ് മാർക്ക്, എന്തു പറ്റി? പൗരി മാസ്റ്റർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മാർക്ക്, നീ പറ. പൗരി മാസ്റ്റർക്ക് എന്റെ അമ്മയെ അറിയൂ? മാർക്കിന്റെ ആ ചോദ്യം കേട്ട ആ നിമിഷത്തിൽ പൗരി മാസ്റ്റർ അവിടെയുള്ള കസേരയിലേക്ക് ഇരുന്നു. അല്പനേരം അവർ നിശബ്ദയായിരുന്നു. അതിനുശേഷം പൗരി മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ നിന്റെ അമ്മയെ കണ്ടിട്ടില്ല, പക്ഷേ നിന്റെ അമ്മയെക്കുറിച്ച് എനിക്കറിയാം. അവർ ശരിക്കും അതിസുന്ദരിയായിരുന്നു. നിന്റെ അച്ഛനും അമ്മയും എല്ലാവരിലും അസൂയ ഉണ്ടാക്കുന്ന ഒരു ജോഡിയുമായിരുന്നു. നിന്റെ അമ്മ യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറാണ്. തനിക്ക് എങ്ങനെയാണ് ഈ മെഡിസിനൽ പവർ കിട്ടിയതെന്ന് അപ്പോഴാണ് മാർക്കിന് മനസ്സിലാകുന്നത്. അതൊരു പാരമ്പര്യമാണ്. മാർക്ക്, നിന്റെ അമ്മ അതീവ പ്രഗത്ഭയായ ഒരു ഡോക്ടറായിരുന്നു. അവർക്ക് ഒരു വല്ലാത്ത കൈപുണ്യം ഉണ്ടായിരുന്നു. അവര് കൈവച്ചാൽ ഏത് രോഗിയുടെയും അസുഖം ആ നിമിഷം അപ്രത്യക്ഷമാവുമായിരുന്നു. അതുകൊണ്ട് തന്നെ സകല ആളുകളും നിന്റെ അമ്മയെ വിളിച്ചിരുന്നത് ലേഡി ബുദ്ധ എന്നാണ്. മാർക്കിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപ്രതീക്ഷിതമായ ഒരു അറിവാണ് പൗരി മാസ്റ്ററിന് കിട്ടുന്നത്. മാർക്ക്, ഇതൊക്കെയാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, നിന്റെ അമ്മ എവിടെയാണ് ഉള്ളതെന്നോ എങ്ങോട്ടാണ് പോയതെന്നോ എനിക്കറിയത്തില്ല. അത്രയും കാര്യങ്ങൾ പൗരി മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞതും മാർക്ക് പൗരി മാസ്റ്ററോട് പറഞ്ഞു, പൗരി മാസ്റ്റർ, ഒരു കാര്യം പൗരി മാസ്റ്റർ എനിക്ക് വേണ്ടി ചെയ്യണം. എന്താ മാർക്ക്, നീ പറ. പൗരി മാസ്റ്റർ,
ഞാൻ ഹോളി റീജിയനിലേക്ക് ഈ പ്രാവശ്യം വരുന്നില്ല. മാർക്ക്, നീ എന്തായി പറയുന്നത്? ഹോളി റീജിയനിലേക്ക് നീ വരാതിരുന്നാൽ അത് നിന്നെ ശരിക്കും ബാധിക്കത്തില്ലേ? ഹോളി റീജിയനിലേക്ക് മാർക്കിന്റെ ആ ടീമിനൊപ്പം പോകുന്ന ആളുകൾ എല്ലാവരും അതീവ മിടുക്കരായ മാർഷൽ ആർട്ടിസ്റ്റുകളായി മാറും. ഇനി എന്നാണ് ഹോളി റീജിയനിൽ നിന്ന് അടുത്ത റിക്രൂട്ട്മെന്റ് ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. ആ റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ട് മാർക്ക് ഹോളി റീജിയനിലേക്ക് എത്തുമ്പോൾ ഇപ്പൊ പോകുന്ന ആളുകൾ മാർക്കിനെ ഒരുപാട് ദൂരം മറികടന്നിരിക്കും. അത് ആത്യന്തികമായി മാർക്കിന് ദോഷമാണ്. ആ കാര്യമാണ് പൗലു മാസ്റ്റർ മാർക്കോട് പറഞ്ഞത്. അതൊക്കെ കേട്ടപ്പോൾ മാർക്ക് പറഞ്ഞു, പൗലു മാസ്റ്റർ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്. പക്ഷേ എനിക്ക് അതിനേക്കാൾ ഏറെ സത്യം എൻ്റെ അമ്മയാണ്. അമ്മയെ ഒരു നോക്കെങ്കിലും കാണുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അമ്മയെ കാണാതെ ഞാൻ എങ്ങനെയാണ് ഈ ഭൂമി വിട്ട് വരിക? അമ്മയും എന്നെ കാണാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അമ്മയെ സ്വപ്നം കണ്ടത്. മാർക്ക് അത്രയും പറഞ്ഞപ്പോൾ പൗലു മാസ്റ്റർ മാർക്കിൽ ചോദിച്ചു, മാർക്ക്, നീ വരുന്നില്ലെന്ന് കേട്ടാൽ ആരെങ്കിലും ഹോളി റീജിയനിലേക്ക് പോവൂ? പൗലു മാസ്റ്റർ, അവിടെയാണ് എനിക്ക് അങ്ങയുടെ സഹായം വേണ്ടത്. മാർക്ക്, ഞാൻ എന്ത് ചെയ്യാനാണ്? പൗലു മാസ്റ്റർ, ഞാൻ ഒരാളെ റിക്രൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ഞാൻ എടുത്ത ലിസ്റ്റിലുള്ള ഒരാളാണ്, ഒരു ചെറുപ്പക്കാരനാണ്. അവൻ എൻ്റെ വേഷത്തിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ആര് ചോദിച്ചാലും അവൻ ഞാനാണെന്നേ പൗലു മാസ്റ്റർ പറയാവൂ. മാർക്ക്, നീ എന്താ ഈ പറയുന്നത്? നിന്നെ കണ്ടാൽ ആളുകൾക്ക് തിരിച്ചറിയത്തില്ലേ? ആ ചെറുപ്പക്കാരൻ നീയാണെന്ന് ഞാൻ എങ്ങനെ പറയും? പൗലു മാസ്റ്റർ, അവൻ ഒരു കറുത്ത വസ്ത്രം ധരിച്ചിരിക്കും. ഞാനാണ് ആ കറുത്ത വസ്ത്രം ധരിച്ച ആളെന്ന് ആര് ചോദിച്ചാലും പൗലു മാസ്റ്റർ പറഞ്ഞാൽ മതി. എന്തിനാണ് കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നത് ചോദിച്ചാൽ പൗലു മാസ്റ്റർ പറയാൻ ഒരുപാട് ഉത്തരങ്ങളില്ലേ? മാർക്ക് നിർബന്ധിച്ചപ്പോൾ പൗലു മാസ്റ്റർ അവസാനം അങ്ങനെ ചെയ്യാൻ സമ്മതിച്ചു. അന്ന് രാവിലെ ഏകദേശം ഒരു 8 മണി കഴിഞ്ഞപ്പോൾ ആ ടീം ഒന്നടങ്കം അവിടെ നിന്ന് നേരെ ന്യൂ സെലസ്റ്റിലേക്ക് തിരിച്ചു. കാൻ സിറ്റിയിൽ നിന്ന് ന്യൂ സെലസ്റ്റിലെത്തിയ ആ ടീം ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ വഴി സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്കും സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് ആ തുരങ്കം വഴി ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലേക്കും എത്തി. മാർക്ക് ഫെല്ലർ ഒരു തവണ വന്നിട്ടുള്ള അതേ സ്ഥലത്തേക്കാണ് അവരെല്ലാവരും എത്തിയത്. ആ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിൽ ഒരു ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിലേക്കാണ് യാനിഷ അവരെല്ലാവരെയും കൊണ്ടുവന്നത്. ആ പ്ലാറ്റ്ഫോം ശരിക്കും പൊടിയടിച്ച് കിടക്കുകയാണ്. ആ പൊടിയൊക്കെ അതിവേഗം അവിടെ നിന്ന് മാറ്റപ്പെട്ടു. ആ പ്ലാറ്റ്ഫോം റെഡിയാക്കാനായി യാനിഷ അവരുടെ മാതൃക നിലവറിൽ നിന്ന് അനവധി ഫ്ലാഗുകൾ പുറത്തേക്കെടുത്തു. ആ പ്ലാറ്റ്ഫോമിന്റെ ഇരുപുറത്തുമായി നിശ്ചിത അകലത്തിൽ ആ ഫ്ലാഗുകൾ യാനിഷ സ്ഥാപിച്ചു തുടങ്ങി. ആ ഫ്ലാഗുകളൊക്കെ സ്ഥാപിക്കപ്പെട്ടതും യാനിഷ ആ പടിയിലേക്ക്, ആ സ്റ്റെപ്പുകളിലേക്ക് ഓരോ ആളിനെയായി കയറ്റി. ജിയാങ്ഹിയാണ് ഏറ്റവും മുന്നിൽ, ഏറ്റവും പുറകിൽ പൗലു മാസ്റ്റർ. അങ്ങനെയാണ് ആ ലൈൻ ക്രമീകരിച്ചത്. പൗലു മാസ്റ്റർ തൊട്ടു മുന്നിൽ മാർക്ക് ഫെല്ലർ തൊട്ടു മുന്നിൽ ചാങ് മാങ്. അങ്ങനെ ആ ആളുകൾ മുന്നിലേക്ക് കയറുമ്പോൾ ചാങ് മാങ് തിരിഞ്ഞ് മാർക്കോട് ചോദിച്ചു, മാർക്ക്, ഇതെന്താ നീ മൂടിപ്പോച്ചിരിക്കുന്നത്? അതിന് മറുപടി പറഞ്ഞത് പൗലു മാസ്റ്ററാണ്. ചാങ്, മാർക്കിനെ ഈ വെള്ള തലമുടിയുമായിട്ട് ഈ ആളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ ഒരു മടിയുണ്ട്. തൽക്കാലം മാർക്ക് ഇങ്ങനെ നിൽക്കട്ടെ. അങ്ങനെ പൗലു മാസ്റ്റർ പറഞ്ഞതും ചാങ് മാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതൊക്കെ കള. നിന്നെ ആരാ കളിയാക്കാനുള്ളത്? ആരെങ്കിലും കളിയാക്കിയാൽ അവരെ ഞാൻ അവസാനിപ്പിക്കും. മാർക്കിന് വേണ്ടി എന്ത് ചെയ്യാനും മടിയില്ലാത്ത ആളാണല്ലോ ചാങ് മാങ്. പൗലു മാസ്റ്റർ അത് കേട്ടതും ചാങ് മാങ്ങിനോട് പറഞ്ഞു, ചാങ് മാങ്, നീ നേരെ നിൽക്ക്. ചാങ് മാങ് തിരിഞ്ഞു നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പൗലു മാസ്റ്റർ ആവശ്യം. ചാങ് മാങ് ഒരു കൂറ്റൻ ബോഡിയുള്ള ആളായതുകൊണ്ട് ചാങ് മാങ്ങിന് മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ശരിക്കും ചാങ് മാങ്ങിന്റെ പുറകിൽ നിൽക്കുന്ന മാർക്ക് ഫെല്ലറെയോ അല്ലെങ്കിൽ പൗലു മാസ്റ്ററെയോ കാണാൻ പോലും പറ്റില്ല. എല്ലാ ആളുകളും വരിയായി നിന്ന് കഴിഞ്ഞതും യാനിഷയുടെ സഹോദരനും ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറി. അവര് ആ വരിയുടെ 2 വശത്തായി നിന്നു. അതിനുശേഷം അവർ രണ്ടുപേരും സൈലന്റ് ആയിട്ട് ചില വാക്കുകൾ പറഞ്ഞു തുടങ്ങിയാണ്. ആ മാന്ത്രിക സ്പെല്ല് അവർ പറഞ്ഞു കഴിഞ്ഞതും ആ ഫ്ലാഗുകൾ ഒന്ന് അനങ്ങി. ശരിക്കും ആ ഫ്ലാഗുകൾ അനങ്ങുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന അതിലെ യാത്രക്കാർ വളരെ അമ്പരപ്പോടുകൂടി ചുറ്റും നോക്കുകയാണ്. ആ ഫ്ലാഗുകളുടെ അനക്കത്തിന്റെ വേഗത വർദ്ധിച്ചതനുസരിച്ച് ആ പ്ലാറ്റ്ഫോമും അനങ്ങി തുടങ്ങി. ആ പ്ലാറ്റ്ഫോമുകൾ അനങ്ങി തുടങ്ങിയതും പെട്ടെന്ന് ഒരു പ്രകാശം അവിടെ മുഴുവൻ അലയടിച്ചു. ഒരു കണ്ണഞ്ചിക്കുന്ന പ്രകാശം ആ എൻ്റയർ പ്ലാറ്റ്ഫോമിനെ അങ്ങ് വിഴുങ്ങിയതാണ്. പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് ആ പ്രകാശത്തിൽ ആ പ്ലാറ്റ്ഫോം വിഴുങ്ങപ്പെട്ടതായിട്ടേ തോന്നത്തുള്ളൂ. എന്നാൽ അകത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഇരുട്ടിനകത്ത് അവരെല്ലാവരും പെട്ടതുപോലെയാണ് തോന്നിയത്. പുറത്തു നിൽക്കുന്ന ആളുകൾ കേട്ടത് ഒരു മുഴക്കം മാത്രമാണ്. ആ മുഴക്കം അവസാനിക്കുമ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ആളുകളെ കാണാനില്ല. പ്ലാറ്റ്ഫോം അവിടെയുണ്ട്, പക്ഷേ ആളുകൾ അവിടെയില്ല. ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ആളുകൾ ശൂന്യതയിലേക്ക് അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിൽ ആളുകൾ ആ തുരങ്കത്തിലൂടെ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് വരുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ അവിടെ നിന്ന് നേരെ കമാൻഡർ ലാരി ഹോംസിന്റെ വസതിയിൽ എത്തിക്കഴിഞ്ഞു. മാർക്ക് കമാൻഡർ ലാരി ഹോംസിന്റെ വസതിയിൽ എത്തുമ്പോൾ ലാരി ഹോംസ് അവിടെ ഇല്ല. ആ വസതിക്കകത്ത് കയറിയ മാർക്ക് അവിടെ
കറുത്ത തുണി പുതച്ച് ലാരി ഹോംസിന് വേണ്ടി കാത്തിരുന്നു തുടങ്ങി. സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഏകദേശം ഒരു 12 മണിയോട് കൂടിയാണ് മാർക്ക് ഫെല്ലർ അവിടെ എത്തിയത്. രാത്രി 10 മണിയാകാറായപ്പോഴാണ് ലാരി ഹോംസ് ആ വീട്ടിലേക്ക് വന്നത്. വീട്ടിലേക്ക് കയറിയ ലാരി ഹോംസ് യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലറെ കണ്ടില്ല എന്നതാണ് സത്യം. പെട്ടെന്ന് ഒരു ശബ്ദം ലാരി ഹോംസ് കേട്ടു. കമാൻഡർ, ശബ്ദം കേട്ട് ലാരി ഹോംസ് ലൈറ്റ് ഓൺ ആക്കുമ്പോൾ അയാൾ കാണുന്നത് ഇരുട്ടത്ത് നിൽക്കുന്ന സാക്ഷൽ മാർക്ക് ഫെല്ലറെയാണ്. മാർക്ക്, നീ എന്താ ഇവിടെ? കമാൻഡർ, എനിക്ക് അങ്ങയോട് സംസാരിക്കാനുണ്ട്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ലാരി മാർക്കിനെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി. വീടിനകത്ത് കയറിയതും മാർക്ക് ഫെല്ലർ തന്നെ വാതിലടച്ചു. മാർക്ക് അതിവേഗം വാതിലടയ്ക്കുന്ന കണ്ടപ്പോൾ ഒരു വല്ലാത്ത കൗതുകം ലാരിക്കുണ്ടായി. മാർക്ക്, നീ എന്താ ഈ കാണിക്കുന്നത്? എന്താ സംഭവം? നീ എന്താ ഹോളി റീജിയനിലേക്ക് പോവാത്ത? കമാൻഡർ, അങ്ങ് എന്നെ ഒന്ന് സഹായിക്കണം. മാർക്ക്, നിന്നെ ഞാൻ എങ്ങനെയാ സഹായിക്കേണ്ടത്? എന്താ സംഭവം? കാര്യം പറ. കമാൻഡർ, ഒരു ലേഡി ബുദ്ധ എന്ന സ്ത്രീയെക്കുറിച്ച് കമാൻഡർ കേട്ടിട്ടുണ്ടോ? ലേഡി ബുദ്ധയോ? മാർക്ക്, സത്യമായിട്ടും എനിക്ക് അങ്ങനെയുള്ള വിവരമൊന്നുമില്ല. ഞാൻ കേട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കമാൻഡർ, അങ്ങ് ആ സ്ത്രീയെ കണ്ടുപിടിക്കണം. മാർക്ക്, നീ വളരെ ആവേശത്തോടു കൂടി ആ സ്ത്രീയെ കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ എനിക്കൊരു സംശയം തോന്നുകയാണ്. നിനക്ക് ആ സ്ത്രീയുമായി എന്തോ അടുപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആട്ടെ, ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ എനിക്ക് നൽകാനുണ്ടോ? മാർക്ക് ഫെല്ലർ അവന്റെ ഓർമ്മയിൽ നിന്ന്, തലേദിവസത്തെ സ്വപ്നത്തിൽ നിന്ന് വരച്ചെടുത്ത ഒരു ചിത്രം ലാരി ഹോംസിന്റെ മുന്നിലേക്ക് വെച്ചു. മാർക്കിനെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ശ്രമിച്ചിട്ടാണ് ആ ചിത്രം പൂർത്തീകരിച്ചത്. അതിമനോഹരമായ ഒരു ചിത്രം, ഒരു സുന്ദരിയുടെ ചിത്രമാണ്. ആ ചിത്രത്തിന് 2 ഭാഗമുണ്ട്. ആ ചിത്രത്തിന്റെ മുൻഭാഗം സുന്ദരിയായ ഒരു സ്ത്രീയാണെങ്കിൽ പിൻഭാഗം ലേശം പ്രായമുള്ള ഒരു സ്ത്രീയുടെ ഭാവത്തിലാണ്. ആ 2 കാര്യങ്ങളും മാർക്ക് സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ ഉപയോഗിച്ച് വരച്ചതാണ്. ആ ചിത്രത്തിലേക്ക് നോക്കിയ ലാരി ഹോംസ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഇത് നിന്റെ അമ്മയല്ലേ? വളരെ ഡയറക്റ്റായ ഒരു ചോദ്യമാണ് ലാരി ഹോംസ് മാർക്കിനോട് ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും മാർക്ക് ലാരി ഹോംസിനോട് പറഞ്ഞു, കമാൻഡർ, എൻ്റെ അമ്മ തന്നെയാണിത്. ഇവരിവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങ്. മാർക്ക് അത്രയും പറഞ്ഞതും ലാരി ഹോംസ് കൈ ഉയർത്തി മാർക്കിനെ തടുത്തു. മാർക്ക്, നീ കൂടുതലൊന്നും പറയണ്ട. ഈ ഭൂമിയിൽ ഇവർ എവിടെയുണ്ടെങ്കിലും ഞാൻ നിനക്ക് ഇവരെ കണ്ടുപിടിച്ച് തരും. അതെന്റെ വാക്കാണ്. ലാരി ഹോംസ് അത് പറയുമ്പോൾ അയാൾ അത് ഉദ്ദേശിക്കുന്നു വ്യക്തമാണ്. മാർക്ക്, നീ എനിക്കൊരു 3 ദിവസത്തെ സമയത്ത് 3 ദിവസം കൊണ്ട് ഞാൻ ഇവരെവിടെ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കും. ലാരി ഹോംസ് പൈറോയുടെ ഗോഡ് ഓഫ് വാർ ആണ്. മിലിറ്ററിയുമായി ബന്ധിപ്പിച്ച് ഒരുപാട് അധികാരങ്ങൾ ലാരി ഹോംസിനുണ്ട്. ആ അധികാര സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ലാരി ഹോംസ് തുടർന്ന് ഒരു അന്വേഷണം തന്നെ നടത്തി. ഈ സമയത്ത് മാർക്ക് ഫെല്ലർ വളരെ രഹസ്യമായി ലാരി ഹോംസിന്റെ വസതിയിലും അതുപോലെ മറ്റാരുടെയും ശ്രദ്ധയപ്പെടാത്ത സ്ഥലങ്ങളിലൊക്കെ ഒളിച്ചു താമസിക്കുകയാണ്. മാർക്ക് ഫെല്ലർ ഹോളി റീജിയനിലേക്ക് പോയിട്ടില്ല എന്നുള്ള വിവരം അറിഞ്ഞാൽ പലരും മാർക്ക് ഫെല്ലറെ കാണാൻ വരും. എന്തുകൊണ്ട് അവരുടെ മക്കളെ അയച്ചിട്ട് മാർക്ക് പോയില്ല? ആ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെ ആളുകളാണ്. അവരുടെ മാർക്കിന് ഉത്തരം പറഞ്ഞ് പിടിച്ചിരിക്കാൻ പറ്റില്ല. ആ കാര്യം മാർക്കിന് അറിയാം. പിന്നെയും പല ചോദ്യങ്ങളും പല മേഖലയിലും ഉണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല മാർക്കിന്റെ മുന്നിൽ ഇപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, അവന്റെ അമ്മ കടന്നു വന്നപ്പോൾ യഥാർത്ഥത്തിൽ മാർക്ക് ഒഴിവാക്കിയത് എമിലി ബ്ലാക്കിനെയാണ്. ഹോളി റീജിയനിലേക്ക് പോകാൻ മാർക്കിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, അത് എമിലി ബ്ലാക്ക് ആണ്. എമിലി ബ്ലാക്ക് വേണോ അമ്മ വേണോ എന്ന ചോദ്യം വന്നപ്പോൾ മാർക്ക് അമ്മയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. എമിലി പിന്നീടായാലും കാണാം, പക്ഷേ മാർക്കിന് അമ്മയെ കണ്ടേ പറ്റൂ. മാർക്ക് അങ്ങനെ കാത്തിരിക്കുമ്പോൾ 3ാമത്തെ ദിവസം ലാരി ഹോംസ് മാർക്കിന്റെ മുന്നിലേക്ക് ആ ഫയല് നീക്കി വെച്ചു. പൗരൻ മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ലാരി ഹോംസ് അവന്റെ അമ്മയെ കണ്ടെത്തിയിരിക്കുകയാണ്. ലേഡി ബുദ്ധ എന്ന് തന്നെയാണ് ആളുകൾ അവരെ വിളിക്കുക. പക്ഷെ അവരുടെ യഥാർത്ഥ പേര് ഫെലിന മാർക്ക് എന്നാണ്. മാർക്ക് ഫെല്ലർക്ക് ആ പേര് കേട്ടപ്പോൾ വല്ലാത്തൊരു അമ്പരപ്പുണ്ടായി. അവന്റെ അമ്മയുടെ പേരിന് 2 ഭാഗമുണ്ട്. അതിൽ 2ാമത്തെ ഭാഗം അവസാനിക്കുന്നത് മാർക്ക് എന്നാണ്. അച്ഛന്റെ പേരിനും 2 ഭാഗമുണ്ട്. 2ാമത്തെ ഭാഗം അവസാനിക്കുന്നത് ഫെല്ലർ എന്നാണ്. അച്ഛന്റെയും അമ്മയുടെയും സർനെയിമുകൾ കൂട്ടിച്ചേർത്താണ് മാർക്കിന് പേരിട്ടിരിക്കുന്നത്, മാർക്ക് ഫെല്ലർ. ശരിക്കും ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ മാർക്കിന് ഒരു വല്ലാത്ത കൗതുകം തോന്നുകയാണ്. അവന്റെ അച്ഛനെയും അമ്മയും ഇതുവരെ ശരിയായിട്ട് മാർക്ക് കണ്ടിട്ടേയില്ല. അച്ഛനെ ചില ശൈലിയിൽ മാർക്ക് കണ്ടിട്ടുണ്ടെങ്കിലും അമ്മയെ കണ്ടിട്ടേയില്ല. അച്ഛനെ ആദ്യം കണ്ടത് സ്വപ്നത്തിലാണ്, അതുപോലെ അമ്മയും ഇത് ആദ്യം കണ്ടിരിക്കുന്നത് സ്വപ്നത്തിലാണ്. ആ യാദൃശ്ചികതകളെ കുറിച്ചൊക്കെ മാർക്ക് ആലോചിക്കുമ്പോൾ ലാരി ഹോംസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ അമ്മ ഇവിടെ ഈ ന്യൂ സെലസ്റ്റിന് സമീപത്ത് നോർത്ത് സൈഡിൽ ഒരു ഗ്രാമത്തിലാണ് ഉള്ളത്.
ഇപ്പൊ അവരോട് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവിടെയാണ് അവർ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നതാണ് ശരി. റെയിൻബോ വില്ലേജ് എന്നാണ് ആ ഗ്രാമത്തെ എല്ലാവരും വിളിക്കുക. മാർക്കിന് പെട്ടെന്ന് ആ റെയിൻബോ വില്ലേജ് ഓർമ്മ വന്നു. റെയിൻബോ വില്ലേജ് പൈറോയിലെ ഏറ്റവും രസകരമായ ഒരു സ്ഥലമാണ്. അവിടെ മലകളിൽ വിവിധ നിറങ്ങളാണ് ഉള്ളത്. ശരിയായി നോക്കിയാൽ മഴവില്ല് തന്നെ ആ മലകളിൽ നമുക്ക് കാണാം. അവിടുത്തെ മണ്ണിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് മഴവില്ല് അവിടെ ദൃശ്യമായിരിക്കുന്നത്. ന്യൂ സെലസ്റ്റിൽ നിന്ന് നോർത്തേൺ സൈഡിലേക്ക് പോകുന്ന ഹൈവേയിലൂടെ പോകുമ്പോൾ അങ്ങ് ദൂരെ നിന്നേ ആ മലകൾ നമുക്ക് വിസിബിൾ ആവും. ആദ്യം കാണുക വയലറ്റ് തന്നെയാണ്, അവസാനം റെഡും. കൃത്യമായി ഒരു മഴവില്ലിന്റെ ആകൃതിയിൽ മലകളിൽ ആ നിറങ്ങൾ അങ്ങനെ കാണാം. ആരോ വരച്ചു വെച്ചതുപോലെ മനോഹരമായ മഴവില്ല്. അത് ഒരു മലയിൽ മാത്രമല്ല, സകല മലകളിലും അങ്ങനെ കാണാം. എല്ലാ മലകളിലും ആ 7 നിറം കാണും. മഴവില്ലുകൾ ഉള്ള മലകളുള്ള ഒരു നാട്. ആ മലയുടെ താഴ്വാരത്തായി ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലെ ആളുകളെ ചികിത്സിക്കാനായിട്ട് ഫെലീന മാർക്ക് എന്ന അതിസുന്ദരിയായ ഡോക്ടർ ഏകദേശം 30-35 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ എത്തിയ കഥയാണ് ലാരി ഹോംസ് മാർക്കിനോട് പറഞ്ഞത്. ആ ഗ്രാമത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ഫെലീന സകലരും ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന ഒരു സുന്ദരിയായിരുന്നു. ആ സുന്ദരിയെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു. ആ സുന്ദരിയുടെ വൈദഗ്ധ്യം വൈദ്യശാസ്ത്ര മേഖലയിലാണ്. പൗലൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ആ സുന്ദരി ഏതെങ്കിലും രോഗിയുടെ പുറത്ത് കൈവച്ചാൽ അവരുടെ അസുഖം അപ്പോഴേ മാറും. വല്ലാത്തൊരു ശേഷി ആ കാര്യത്തിൽ ആ ലേഡി ബുദ്ധ എന്നറിയപ്പെട്ട ഫെലീന മാർക്കിന് ഉണ്ടായിരുന്നു. ആ കഥകളൊക്കെയാണ് ലാരി ഹോംസ് ഇപ്പോ മാർക്കിനോട് പറയുന്നത്. പൗലൻ മാസ്റ്റർ പറഞ്ഞ കഥയിലും ലാരി ഹോംസ് പറഞ്ഞ കഥയിലും വളരെ വ്യക്തമായ സാമ്യങ്ങളുണ്ട്. ആ 2 കഥയിലും ഏകദേശം ഒരു 33 വർഷങ്ങൾക്ക് മുമ്പ് ലേഡി ബുദ്ധയ്ക്ക് ഒരു ആൺകുഞ്ഞ് പിറന്ന കാര്യം പറയുന്നുണ്ട്. ആ ആൺകുഞ്ഞ് താനാണെന്നുള്ള കാര്യം മാർക്കിന് അറിയാം. ആ കുഞ്ഞ് പിറന്ന് അധികം സമയം കഴിയുമ്പോൾ കുഞ്ഞിനെ ആരോ കൊണ്ടുപോയി. അതിനുശേഷം ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിലൂടെ ലേഡി ബുദ്ധ എന്ന ആ ഡോക്ടർ കടന്നുപോയി എന്നാണ് ലാരി ഹോംസ് മാർക്കിന് റിപ്പോർട്ട് ചെയ്തത്. ക്രമേണ അവരുടെ ചികിത്സയൊക്കെ അവസാനിപ്പിച്ച് ഒതുങ്ങിക്കൂടുന്ന ഒരു ശൈലിയിലേക്ക് മാറി. പിന്നീട് അവരെ കുറിച്ച് ഒരു വിവരവും ആർക്കുമില്ല. അവര് പൊതുധാരയിൽ നിന്ന് മനഃപൂർവ്വം അങ്ങ് ഒഴിഞ്ഞു മാറിയതുപോലെയാണ്. ഈ കാര്യങ്ങളൊക്കെ കേട്ട മാർക്ക് ലാരി ഹോംസിനോട് യാത്ര പറഞ്ഞ് ആ റെയിൻബോ വില്ലേജിലേക്ക് തിരിച്ചു. മഴവില്ലുകളുടെ ഗ്രാമത്തിലേക്ക് എത്തിയ മാർക്ക് എത്തിയ ഉടൻ തന്നെ മാർക്കിന്റെ ജോലി ആരംഭിച്ചു. മാർക്കിന്റെ കയ്യിൽ അവൻ അമ്മയുടെ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ കാണിച്ചിട്ട് മാർക്ക് കാണുന്നവരോടൊക്കെ തിരക്കുകയാണ് അവന്റെ അമ്മയെ. മാർക്ക് അങ്ങനെ ഒരുപാട് ആളുകളോട് തിരക്കി. ആർക്കും ആ സ്ത്രീയെ കണ്ട ഓർമ്മയൊന്നുമില്ല. 10-35 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായതുകൊണ്ട് ആ സംഭവങ്ങൾ ഓർമ്മയുള്ള ആളുകൾക്കൊക്കെ ഒരു നിശ്ചിത പ്രായം കാണുമല്ലോ. മാർക്ക് ചോദിക്കുന്നതൊക്കെ റോഡിൽ കണ്ടുമുട്ടുന്ന ആളുകളോടാണ്. മാർക്ക് എങ്ങനെ ചോദിച്ചു നടക്കുമ്പോൾ ഒരു സ്ത്രീ മാർക്കിന്റെ മുന്നിലേക്ക് വന്നു. അവർ ആ ഫോട്ടോ കണ്ടതും അവർ മാർക്കിനോട് പറഞ്ഞു, ഇത് ലേഡി ബുദ്ധയാണ്. ലേഡി ബുദ്ധയോ? അങ്ങക്ക് ഇത് ആരെന്നറിയാവോ? അറിയാമല്ലോ, അതല്ലേ ഞാൻ പറഞ്ഞത്, ഇത് ലേഡി ബുദ്ധയാണ്. ലേഡി ബുദ്ധയെ കുറിച്ച് അങ്ങക്ക് വേറെ എന്തൊക്കെ അറിയാം? ആ സ്ത്രീ പതുക്കെ മാർക്കിനോട് ലേഡി ബുദ്ധയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി. ആ ഗ്രാമത്തിൽ ഒരു ദൈവദൂതയെ പോലെ എത്തിയ ഫെലീന മാർക്ക് എന്ന ലേഡി ബുദ്ധ അവരുടെയൊക്കെ ദൈവം പോലെ ആയി മാറുന്നതായ ആ കഥ വല്ലാത്തൊരു കൗതുകത്തോടെയാണ് മാർക്ക് കേൾക്കുന്നത്. മാർക്കിനോടും മാർക്കിന്റെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ കഥകൾ ആ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ന്യൂ സെലസ്റ്റിൽ നിന്ന് തെക്കോട്ട് മാറി വിജനമായ ഒരു സ്ഥലത്ത് 2 ആളുകൾ സംസാരിക്കുകയാണ്. അത് സാക്ഷാൽ ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷന്റെ ടോറസും പിന്നെ ഹെക്ടർ ടെങ്ങുമാണ്. അവർ തമ്മിൽ ഒരു ധാരണ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ കുറച്ച് ആളുകളെ ഹെക്ടർ ടെങ് അവിടെ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. ആ ആളുകളെ കണ്ടാൽ നമ്മളും അറിയും അവരൊക്കെ ഗൂഷിങ്ങിനൊപ്പം മാർക്കിനെ വേട്ടയാടാൻ കൂടിയ ആ മൈറ്റി ലെവലിലുള്ള മാർഷൽ ആർട്ടിസ്റ്റുകളാണ്. ഏകദേശം 20-ൽ പരം മൈറ്റി ലെവൽ ആളുകളാണ് അവിടെ കൂടിയിരിക്കുന്നത്. അവർ മുഴുവൻ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് സാക്ഷാൽ ഹെക്ടർ ടെങ് ആണ്. ഹെക്ടർ ടെങ് അവരോട് പറഞ്ഞു, നോക്ക്, നേരത്തെ മാർക്ക് ഫെല്ലർ ശക്തനായിരുന്നതുകൊണ്ട് ഹോളി റിജിൽ നിന്ന് ഇവിടെ എത്തിയ ആളുകൾ റിക്രൂട്ട് ചെയ്യാനായി മാർക്കിന്റെ ഹെവൻലി ഗേറ്റിലാണ് പോയത്. അതുകൊണ്ടാണ് നിങ്ങൾക്കാർക്കും അവസരം കിട്ടാത്തത്. ഗൂഷിങ് കൊല്ലപ്പെട്ടപ്പോ ഗൂഷിങ്ങിന് സപ്പോർട്ടായി നിന്ന ആ മൈറ്റി ലെവലിലെ ആളുകൾ മാർക്കിന്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. മാർക്ക് അവരെ കൊല്ലാതെ വിട്ടതുമാണ്. ആ ആളുകൾ മാർക്കാണ് റിക്രൂട്ട്മെന്റിന് നേതൃത്വം കൊടുക്കുന്നത് കണ്ടപ്പോൾ മാർക്കിനെ സമീപിക്കാൻ മടിച്ചവരാണ്. മാർക്ക് ഹോളി റിജിലേക്ക് പോയ സ്ഥിതിക്ക് ഇനി ഹോളി റിജിൽ നിന്ന് ആരെങ്കിലും റിക്രൂട്ട് ചെയ്യാൻ വന്നാൽ സ്വാഭാവികമായിട്ടും അവർക്കൊരു അവസരം കിട്ടും. ആ അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ഹെക്ടർ ടെങ് സഹായിക്കാമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഹെക്ടർ ടെങ്ങിന്റെ അടുത്തേക്ക് അവർ വന്നത്. ഹെക്ടർ ടെങ് അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഒരു ടീമായി നിന്നാൽ ഇനി ആരെങ്കിലും റിക്രൂട്ട്മെന്റിന് വരുമ്പോൾ നമ്മളാണ് ശക്തമായ ടീമെന്ന് സകലരും അറിയും.
അങ്ങനെ അറിയുമ്പോൾ ഉറപ്പായും നമ്മൾ വഴിയായിരിക്കും റിക്രൂട്ട്മെന്റ് നടക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊക്കെ ആയിരിക്കും ആദ്യത്തെ കോട്ട ലഭിക്കുക. അങ്ങനെ ഹെക്ടർ ടെങ് പറഞ്ഞപ്പോൾ ആ മൈറ്റി ഫിഗറിൽ ഒരാൾ ഹെക്ടർ ടെങ്ങിനോട് ചോദിച്ചു, അല്ല അപ്പോൾ ഹെവൻലി ഗേറ്റ് അവരിപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. അതാണ് പ്രശ്നം, നമുക്ക് ഹെവൻലി ഗേറ്റിനെ അവസാനിപ്പിക്കണം. ഹെവൻലി ഗേറ്റിനെ അവസാനിപ്പിക്കാനോ? അതൊന്നും നടക്കത്തില്ല. നോക്ക്, മാർക്കിന്റെ സ്ഥാപനമാണ്, പക്ഷേ മാർക്ക് ഇപ്പൊ അവിടെ ഇല്ല. മാർക്ക് ഇല്ലാതിരിക്കുമ്പോൾ അവിടെ പിന്നെ ആരാ അധികാരത്തിലുള്ളത്? തികച്ചും സാധാരണ ആളുകൾ അവിടെ ഉള്ളത്. അവരെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ആരുടെങ്കിലും സഹായം വേണം. ആ മൈറ്റി ലെവലുകാർക്ക് ഭയമുള്ളത് സത്യത്തിൽ മാർക്ക് ഫെല്ലർ മാത്രമാണ്. മാർക്ക് ഫെല്ലർ സ്ഥലത്തില്ലെങ്കിൽ പിന്നെ അവരാരെ ഭയക്കേണ്ടത്? ഹെക്ടർ ടെങ് അയാളുടെ മനസ്സിലുള്ള കാര്യമൊക്കെ ആ മൈറ്റി ലെവലുകാരുമായി പങ്കുവച്ചു. അവരെ ഈ സംഭാഷണം നടത്തി അടുത്ത നടപടികളിലേക്ക് കടക്കുമ്പോൾ റെയിൻബോ വില്ലേജിൽ മാർക്ക് ഫെല്ലറേയും കൊണ്ട് ആ സ്ത്രീ ഒരു വിജനമായ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. മാർക്കിന്റെ അമ്മയെ അവർ അവസാനമായി കണ്ട സ്ഥലം മാർക്കിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനാണ് ആ സ്ത്രീ എത്തിയത്. കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് അവര് മാർക്കിനെ കൊണ്ടുവന്നത്. ആ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം അവരും മാർക്കും കൂടി പതുക്കെ പതുക്കെ വിടർത്തി വൃത്തിയാക്കി അതുവഴി ഒന്ന് അകത്തേക്ക് കയറിയപ്പോൾ അവിടെ ഒരു ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിന്റെ അവശിഷ്ടങ്ങൾ മാർക്ക് കണ്ടു. ആ അവശിഷ്ടങ്ങൾ കണ്ടതും മാർക്ക് അവരോട് ചോദിച്ചു, ഇവിടെയാണോ നിങ്ങൾ അവസാനമായി ലേഡി ബുദ്ധയെ കണ്ടത്? അതെ, ഇവിടെ വെച്ചാണ് ഞാൻ അവസാനമായി ലേഡി ബുദ്ധയെ കണ്ടത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാ ആ സ്ത്രീയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നത്? നിങ്ങൾ ആരാണ്? ആ സ്ത്രീ അങ്ങനെ ചോദിച്ചതും മാർക്ക് അവരോട് പറഞ്ഞു, ലേഡി ബുദ്ധ എൻ്റെ അമ്മയാണ്. അങ്ങനെ പറ, നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു. നീയും നിന്റെ അമ്മയും ഫോട്ടോ കോപ്പിയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആരും തിരിച്ചറിയത്തക്ക സാമ്യം മാർക്കും മാർക്കിന്റെ അമ്മയും തമ്മിലുണ്ട്. ആ കാര്യം ഫോട്ടോ വരച്ചപ്പോ മാർക്കിനും തോന്നിയതാണ്. അതിപ്പോ ഇതാ ആ സ്ത്രീ തുറന്നു പറയുകയാണ്. ആ സ്ത്രീ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇവിടെയാണ് നിന്റെ അമ്മ ഉണ്ടായിരുന്നത്. നിന്റെ അമ്മയ്ക്കൊപ്പം 3-4 ആളുകളും ഉണ്ടായിരുന്നു. അവർ യഥാർത്ഥത്തിൽ നിന്റെ അമ്മയെ ആ കുടിൽ നിന്ന് പിടിച്ചിറക്കി ഇവിടെ കൊണ്ടുവന്നതാണ്. പിന്നെ ഞാൻ ഓടി വരുമ്പോഴത്തേക്കും അവരെ കാണാനില്ല. കഥ കേട്ടപ്പോൾ മാർക്കിന് കാര്യം മനസ്സിലായി. ഹോളി റീജിയനിൽ നിന്ന് വന്ന ആരോ അല്ലെങ്കിൽ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ആരോ അവന്റെ അമ്മയെ ആ പ്ലാറ്റ്ഫോം വഴി കൊണ്ടുപോയതാണ്. അങ്ങനെ ഒരു ചിന്ത മാർക്കിന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് മാർക്കിന്റെ മനസ്സിൽ മറ്റൊരു ചോദ്യം കടന്നു വന്നു. ഹോളി റീജിയനിൽ നിന്ന് ആളുകൾക്ക് ഭൂമിയിൽ വരാനുള്ള അനുവാദം ഗാർഡിയൻ വഴി മാത്രമേ കിട്ടൂ. ഗാർഡിയൻ ഒരിക്കലും ഗാർഡിയന്റെ ഭാര്യയെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ ഹോളി റീജിയനിലെ ആളുകളെ അനുവദിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. ഗാർഡിയൻ അറിയാതെ ഒരിക്കലും മാർക്കിന്റെ അമ്മയെ ആർക്കും അവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോ മുന്നിൽ നിൽക്കുന്ന സ്ത്രീ പറയുന്നത് പൂർണ്ണമായി ശരിയാണോ എന്നൊരു സംശയം മാർക്കിനുണ്ടായി. ആ സംശയം മാർക്കിന്റെ മനസ്സിലേക്ക് വന്ന അതേ സമയത്ത് കാൻ സിറ്റിക്ക് സമീപത്തായി മാർക്ക് ഒരു അത്ഭുതം കാണുകയാണ്. ഒരു പ്രകാശം ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് കുതിച്ചുയരുന്നാണ് മാർക്ക് കണ്ടത്. എത്ര ദൂരത്ത് നിൽക്കുന്ന ആളിന് പോലും തിരിച്ചറിയാൻ കഴിയുന്ന ശൈലിയിൽ മാർക്ക് ആ പ്രകാശം കണ്ടു. മാർക്ക് ഇപ്പൊ എത്തിയിരിക്കുന്ന റെയിൻബോ വില്ലേജ് മലകളുമായി കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് മാർക്കും ആ സ്ത്രീ നിൽക്കുന്നത് വളരെ ഉയരത്തിലാണ്. മലയുടെ താഴ്വാരത്തിലുള്ള ഗ്രാമമാണെന്ന് പറഞ്ഞാലും ശരിക്കും അതും മലയിൽ തന്നെയാണ്. അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് മാർക്കിന് ആ പ്രകാശം കാണാൻ പറ്റിയത്. 7 നിറങ്ങളുള്ള ഒരു പ്രകാശമാണ് ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് ഉയർന്നത്. ആ പ്രകാശം കണ്ടതും മാർക്ക് അമ്പരപ്പോടെ ആ പ്രകാശം കണ്ട ഭാഗത്തേക്ക് നോക്കി പോവുകയാണ്. സ്കൈ ബ്ലഡ് റെയിൻബോയുടെ വിഖ്യാതമായ ആ മഴവില്ല് തൂണാണ് ഇതാ അവിടെ ഉയർന്നത്. ആ തൂണ് ഉയരുന്ന കാഴ്ച ന്യൂ സെലസിലെ ജിങ്തു മേഖലയിലെ മിലിറ്ററി ഡിസ്ട്രിക്റ്റിലുള്ള ലാരി ഹോംസും കണ്ടു. ലാരി ഹോംസ് ശരിക്കും അമ്പരപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ലാരി ഒരിക്കലും ഇങ്ങനൊരു കാര്യം സംഭവിക്കുമെന്ന് കരുതിയതല്ല. ന്യൂ സെലസിൽ നിന്ന് ഒരു 4-5 മണിക്കൂർ വാഹനം ഓടിച്ചാൽ മാത്രം എത്തുന്ന സ്ഥലമാണ് കാൻ സിറ്റി. ആ കാൻ സിറ്റിയുടെ ഭാഗത്താണ് ഇപ്പോ അവിടെ തൂണ് ഉയർന്നിരിക്കുന്നത്. കാൻ സിറ്റി ഇപ്പോ മാർഷൽ ആർട്ടിസ്റ്റുകളെ കൊണ്ട് സമ്പന്നമാണ്. കാൻ സിറ്റിയിലെ ഹെവൻലി ഗേറ്റ് വഴിയാണ് ഹോളി റീജിയനിലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ എല്ലാ ഭാഗത്തു നിന്നും മാർഷൽ ആർട്ടിസ്റ്റുകൾ കാൻ സിറ്റിയിൽ വന്ന് തമ്പടിച്ചിരിക്കുകയാണ്. അടുത്ത റിക്രൂട്ട്മെന്റ് നടക്കുന്നതും ഹെവൻലി ഗേറ്റ് വഴി ആയിരിക്കും എന്നൊരു വിശ്വാസം അവർക്കൊക്കെ ഉണ്ട്. അങ്ങനെ റിക്രൂട്ട് ചെയ്യപ്പെടുമ്പോൾ ആ റിക്രൂട്ട്മെന്റിന് വരുന്ന ആളുകൾ കോമ്പറ്റീഷൻ നടത്തിയും പല ശൈലിയിലും പരിശോധിച്ചതിന് ശേഷമേ റിക്രൂട്ട്മെന്റ് നടത്തൂ. ആ റിക്രൂട്ട്മെന്റിൽ വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യത്തെ റിക്രൂട്ട്മെന്റ് രീതി എന്തായിരുന്നു എന്ന് അറിയുക, അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെയാണ് അവിടെ എത്തുന്ന ആളുകളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടെ അവിടെ എത്തിയിരിക്കുന്ന ആളുകളെ പരിശീലിപ്പിക്കാനും അനവധി ആളുകൾ എത്തിയിട്ടുണ്ട്. ശരിക്കും സജീവമായ ഒരു ഏരിയയായി കാൻ സിറ്റി മാറിയിരിക്കുകയാണ്. നേരത്തെ ന്യൂ സെലസിലെ ജിങ്തു മേഖലയ്ക്ക് ഉണ്ടായിരുന്ന ആ പ്രാധാന്യം ഇപ്പൊ ഇതാ കാൻ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ലോകത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ ഇപ്പൊ കാൻ സിറ്റിയിലുണ്ട്. ആ കാൻ സിറ്റിയിലാണ് മഴവെള്ള നിറമുള്ള
ആകാശത്ത് തൊടുന്ന ഒരു തൂണ് ജനിച്ചിരിക്കുന്നത്. എന്തോ അശുഭകരമായ കാര്യം സംഭവിക്കാൻ പോവുകയാണെന്ന് അത് കണ്ടതും ലാരി ഹോംസിന് മനസ്സിലായി. ലാരിക്ക് ആ സംഭവം ടോറസും തമ്മിൽ ബന്ധമുള്ള കാര്യവും അറിയാം. അത് മനസ്സിലേക്ക് തോന്നിയതും ലാരി ഹോംസ് അയാളുടെ ടീമുകൾക്ക് കാൻസിറ്റിലേക്ക് മൂവ് ചെയ്യാനുള്ള ഓർഡർ കൊടുത്തു. അനവധി പട്ടാള വാഹനങ്ങൾ ആധുനിക ആയുധങ്ങളുമായി ന്യൂ സെലസിലെ ജിങ്തു മാർഷൽ ആർട്സ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് നേരെ കാൻസിറ്റിലേക്ക് തിരിച്ചു. ഈ സമയത്ത് മാർക്ഫെല്ലറോട് സംസാരിക്കുന്ന സ്ത്രീ മാർക്കിനോട് പറഞ്ഞു, ഹേയ്, നിങ്ങളുടെ പേര് മാർക്ക് തന്നെയാണല്ലേ? അമ്മയുടെ പേര് തന്നെ മോനും ഇട്ടിരിക്കുകയാണ്. അതെ ആന്റി, അത് അങ്ങനെയാണല്ലോ വേണ്ടത്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ഫെല്ലർ ആ സ്ത്രീയോട് പറഞ്ഞു, ഓക്കെ ആന്റി, ആന്റി അമ്മയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തിരക്കി വെക്കുക, എന്നിട്ട് ആന്റി എന്നെ വിളിക്കുക, ഞാൻ ഉടനെ ആന്റി വന്ന് കാണാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ഫെല്ലർ ആ ഗ്രാമത്തിൽ നിന്ന് അതിവേഗം പുറത്തേക്ക് നടന്നു തുടങ്ങി. മാർക്ക് വളരെ രഹസ്യമായിട്ടാണ് ആ ഗ്രാമത്തിൽ വന്നത്. മാർക്കിന്റെ ശരീരത്തിൽ ഇപ്പോ സ്പിരിച്വൽ എനർജി തീരെയില്ല. അതുകൊണ്ട് തന്നെ മാർക്കിന് സാധാരണ ഫിസിക്കൽ ബോഡികൾക്കുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. സ്പിരിച്വൽ എനർജി അതിശക്തമായി മാർക്കിന്റെ ബോഡിയിലേക്ക് നിറയുമ്പോൾ മാർഷൽ സെയിന്റ് ലെവലിലേക്ക് കടന്നിരുന്ന മാർക്കിന് ശരിക്കും ആകാശത്തൂടെയും വെള്ളത്തിലൂടെയും മൂവ് ചെയ്യാനുള്ള ശേഷി ഉണ്ടായിരുന്നു. ഇപ്പോ ആ ശേഷി പൂർണ്ണമായും നഷ്ടമായിരിക്കുകയാണ്. കിട്ടാവുന്ന ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാൻസിറ്റിയിലേക്ക് തിരിക്കുക എന്നല്ലാതെ മാർക്കിന് വേറെ മാർഗമില്ല. മാർക്ക് കിട്ടിയ ടാക്സികളിലും വാഹനങ്ങളിലുമായി കാൻസിറ്റിയിലേക്ക് തിരിക്കുമ്പോൾ കാൻസിറ്റിയിൽ രണ്ടാമത്തെ തൂണും ഉയർന്നു കഴിഞ്ഞു. രണ്ടാമത്തെ തൂണ് ഉയർന്നു കഴിയുമ്പോഴേക്കും ഈ കാഴ്ച കണ്ടുകൊണ്ട് പലരും അവിടേക്ക് വന്നു. ആകാശമുട്ടയെ മഴവില്ലിന്റെ നിറത്തിൽ തൂണുകൾ കാൻസിറ്റിയിൽ ഉയരുമ്പോൾ സ്വാഭാവികമായും ഇതിനെക്കുറിച്ച് ഒരു വിവരവുമില്ലാത്ത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ എത്തി ഹോളി റിജിലേക്ക് പോകാനായി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കൗതുകത്തോടെ ആ തൂണിനെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് ഹെക്ടർ ടെങ് അല്പം മാറി നിൽപ്പുണ്ട്. അയാളുടെ അടുത്തായി ആ മൈറ്റി ലെവൽ മാർഷൽ ആർട്ടിസ്റ്റുകളുമുണ്ട്. ഹെക്ടർ ടെങ്ങിന് ആ മൈറ്റി ലെവൽ മാർഷൽ ആർട്ടിസ്റ്റുകൾ ഉപയോഗിച്ച് ഹെവൻലി ഗേറ്റിനെ തകർത്ത് തരിപ്പണമാക്കാൻ പറ്റും. പക്ഷേ അത് ചെയ്യാൻ അയാൾക്കൊരു മടിയുണ്ട്. എന്തെങ്കിലുമൊക്കെ തടസ്സം മാർക്ഫെല്ലർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഹെക്ടർ ടെങ് ടോറസിന്റെ സഹായം തേടിയിരിക്കുന്നത്. ടോറസിന്റെ സഹായത്താൽ അവിടെയുള്ള മുഴുവൻ മിടുക്കന്മാരുടെയും ഡിവൈൻ സെൻസ് വലിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഭയക്കണ്ട. ഡിവൈൻ സെൻസ് മുഴുവൻ ടോറസ് വലിച്ചെടുത്ത് കഴിയുമ്പോൾ ടോറസിനെ പിന്നെ എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് മാത്രം നോക്കിയാൽ മതി. ഹെക്ടർ അങ്ങനെ ആലോചിച്ചപ്പോൾ ടോറസ് ആലോചിച്ചതും അതേപോലെയാണ്. ഈ ഹെക്ടർ ടെങ്ങിന്റെയും ആ മൈറ്റി ലെവലിലെ ആളുകളുടെ സഹായത്താൽ ഹെവൻലി ഗേറ്റുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും ഡിവൈൻ സെൻസ് വലിച്ചെടുത്തു കഴിഞ്ഞാൽ തനിക്ക് അടുത്ത നിമിഷത്തിൽ മാർഷൽ സെയിന്റുകളുടെ ഡിവൈൻ സെൻസ് വലിച്ചെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ മൈറ്റി ലെവലിലെ ആ മാർഷൽ ആർട്ടിസ്റ്റുകളെയും വലിച്ചെടുക്കാൻ പറ്റും. അതോടുകൂടി താൻ ഒരു ആൾമൈറ്റി ലെവലിലെത്തും. ഹെക്ടർ ടെങ്ങിനെ നിഷ്പ്രയാസം തനിക്ക് അപ്പോൾ കൊല്ലാൻ പറ്റും. ഹെക്ടർ ടെങ്ങിനെ കൊല്ലാൻ ഇതൊരു ഉപാധിയായി കണ്ട ടോറസ് അതിനുള്ള ആക്ടിവിറ്റി നിലയിലാണ് ആ തൂണുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ടോറസിനെ അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഹെക്ടർ ടെങ്ങും ഈ പരിപാടിയെ കാണുകയാണ്. ഈ സമയത്താണ് മൂന്നാമത്തെ തൂൺ ആ കാൻസിറ്റിയിൽ ഏതാണ്ട് നോർത്തേൺ ഭാഗത്തായി ഉദിച്ചുയരുന്നത്. നോർത്തിലും സൗത്തിലും വെസ്റ്റിലും ഇപ്പോ തൂണുകൾ ആയിക്കഴിഞ്ഞു. ആ തൂണുകൾ സാധാരണഗതിയിൽ വളരെ വേഗത്തിൽ ആ ടോറസ് ഉണ്ടാക്കുക. പക്ഷെ ഇപ്പൊ ഇവിടെ ആ തൂണുകൾ ഉണ്ടാക്കാൻ ഒരുപാട് സമയമെടുക്കുകയാണ്. അത് മനസ്സിലാക്കിയ ഹെക്ടർ ടെങ് ടോറസിനോട് ചോദിച്ചു, ടോറസ്, എന്താ ഇത്ര സമയമെടുക്കുന്നത്? ഹെക്ടർ, ഇപ്രാവശ്യം ഞാൻ മാർക്വിസ്റ്റുകളല്ല ടാർഗറ്റ് ചെയ്യുന്നത്. എന്റെ പ്രധാന ടാർഗറ്റ് മാർഷൽ സെയിന്റുകളാണ്. മാർഷൽ സെയിന്റുകളുടെ ഡിവൈൻ സെൻസ് വലിച്ചെടുത്താൽ പിന്നെ നമുക്ക് ഒരു തരത്തിലുള്ള ഭയവും വേണ്ട. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാർഷൽ സെയിന്റുകൾ ഇഷ്ടംപോലെ അവിടെ ഒഴുകിയെത്തിയിരിക്കുകയാണ്. ആ മാർഷൽ സെയിന്റുകൾ മുഴുവൻ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്രാവശ്യം ടോറസ് അയാളുടെ ആ ഗെയിം കളിക്കാൻ പോകുന്നത്. മാർഷൽ സെയിന്റുകളെ മുഴുവൻ ടോറസ് അവസാനിപ്പിക്കുന്ന കേട്ടപ്പോൾ ഹെക്ടറുടെ കണ്ണുകളിൽ ഒരു പുഞ്ചിരി വിരിയുകയാണ്. മാർക്വിസ്റ്റുകളെയാണ് ടോറസ് ടാർഗറ്റ് ചെയ്യുന്നതെന്നാണ് ആദ്യം ഹെക്ടർ കരുതിയത്. മാർക്വിസ്റ്റുകളല്ല, മാർഷൽ സെയിന്റുകളെ തന്നെ ടോറസ് ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. അതെന്തായാലും നന്നായി. അവര് അങ്ങനെ ആലോചിക്കുമ്പോഴേക്കും ലാരി ഹോംസിന്റെ വാഹന വ്യൂഹം ആ ഹെവൻലി ഗേറ്റിന് സമീപമെത്തി. ലാരി ഹോംസിന്റെ ആ വാഹന വ്യൂഹം ഹെവൻലി ഗേറ്റിന് സമീപം എത്തുമ്പോൾ ലാരി ഹോംസ് കാണുന്നത് അൺബിലീവബിൾ ആയ ഒരു കാഴ്ചയാണ്. അവിടെ മാർഷൽ ആർട്ടിസ്റ്റുകളുടെ ഒരു വൻ സമൂഹം തന്നെ കൂടിയിട്ടുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളുടെ തൊട്ടു മുന്നിലായി കൈ പുറകിൽ കെട്ടി സാക്ഷാൽ ഹെക്ടർ ടെങ് അങ്ങനെ നിൽക്കുകയാണ്. ഹെക്ടറുടെ പുറകിലായി ഏകദേശം 20-22 പേര് വരുന്ന മൈറ്റി ലെവലിലുള്ള മാർഷൽ ആർട്ടിസ്റ്റുകളും
അങ്ങനെ നിൽക്കുകയാണ്. ആ മൈറ്റി ലെവലിലെ മാർഷൽ ആർട്ടിസ്റ്റുകളുടെ ദേഹത്ത് ഒരു പൊടി പോലും ഏൽപ്പിക്കാൻ ലാരി ഹോംസിന്റെ കൈവശമുള്ള ആയുധങ്ങൾക്ക് കഴിയില്ല എന്ന യാഥാർത്ഥ്യം പച്ച നിറത്തിലുള്ള പട്ടാള വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ലാരി ഹോംസിന് അറിയാം. ലാരി ഹോംസിനെ കണ്ടതും ഹെക്ടർ ടെങ് ഒന്ന് ചിരിച്ചു. ഏയ് മിസ്റ്റർ ഹോംസ്, എന്താ ഇവിടേക്കൊക്കെ? ഹെക്ടർ, നീ ഇപ്പൊ ചെയ്യുന്ന ഈ ആക്ടിവിറ്റി അവസാനിപ്പിച്ച് സ്ഥലം വിടണം. നിനക്കറിയാമല്ലോ ഇത് മാർക്കിന്റെ സെക്ഷൻ ആണെന്നും. നീ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാൽ മാർക്ക് നിന്നെ വെറുതെ വിടില്ല. മിസ്റ്റർ ഹോംസ്, നിങ്ങൾ മാർക്ക് ഫെല്ലറുടെ പേര് പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്താം എന്നൊന്നും വിചാരിക്കണ്ട. മാർക്ക് ഹോളി റീജിയനിലേക്ക് പോയ കാര്യം ആർക്കാ അറിയില്ലാത്തത്? അങ്ങനെ പറഞ്ഞിട്ട് ഒന്ന് ചിരിച്ച ഹെക്ടർ ടെങ് ലാരി ഹോംസിനോടായി പറഞ്ഞു, ലാരി ഹോംസ്, നിങ്ങളോട് എനിക്കൊരു ബഹുമാനമുണ്ട്. നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഗോഡ് ഓഫ് വാർ ആണ്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് മാർഷൽ ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള വിഷയമാണ്. അതിൽ സർക്കാർ ഇടപെടേണ്ട കാര്യമില്ല. ഹെക്ടർ, മാർഷൽ ആർട്ടിസ്റ്റ് ആണെങ്കിലും ആരാണെങ്കിലും ആത്യന്തികമായി ഈ രാജ്യത്തെ പ്രജകളാണ്. അവരുടെ കാര്യത്തിൽ ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്. ഗവൺമെന്റ് പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഇടപെടുക തന്നെ ചെയ്യും. മിസ്റ്റർ ഹോംസ്, നിങ്ങളുടെ ആത്മവിശ്വാസം എനിക്ക് ഇഷ്ടമായി. പക്ഷേ നിങ്ങൾ ഇനി നമ്മളോട് ഇടപെട്ടാൽ ജീവനോട് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ അറിയുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾ ഈ പുറകെ കൊണ്ട് നിർത്തി വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളുണ്ടല്ലോ, എന്താ പീരങ്കിയോ മെക്ഷിക്കണോ എന്താവട്ടെ, ഇതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറും ആക്രി സാധനങ്ങളാണ്. മിസൈലുകൾ പോലും ആ നിൽക്കുന്ന ആളുകൾക്ക് ഒരു പ്രശ്നമല്ല എന്നതാണ് സത്യം. ആ യാഥാർത്ഥ്യം ലാരി ഹോംസിനും അറിയാം. ലാരി ഹോംസ് ആയിരുന്നു പൈറോയിലെ നമ്പർ 1. പക്ഷേ അയാള് ഗോഡ് ഓഫ് വാർ ആയി മാറിയ നിമിഷം മുതൽ മാർഷൽ ആർട്ടിസ്റ്റ് എന്നുള്ള അയാളുടെ ആ പ്രാക്ടീസ് അയാൾ അങ്ങ് മതിയാക്കിയായിരുന്നു. കൾട്ടിവേഷൻ അയാൾ നിർത്തി വെച്ചിട്ട് ഔദ്യോഗിക ആക്ടിവിറ്റികളിൽ അങ്ങ് സജീവമായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാർഷൽ സെയിന്റ് ആയപ്പോഴും അയാളും മറ്റുള്ളവരും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ യാഥാർത്ഥ്യം ലാരി ഹോംസ് തിരിച്ചറിയുകയാണ്. കൾട്ടിവേഷൻ നിർത്തി വെച്ചത് വൻ അബദ്ധമായെന്നൊരു ഫീലിംഗ് ലാരി ഹോംസ് ഉള്ള സമയത്താണ് ഹെക്ടർ ടെങ് അയാളോട് പറയുന്നത്, മിസ്റ്റർ ഹോംസ്, നിങ്ങൾ ഈ രാജ്യത്തെ നമ്പർ 1 ആയിരുന്ന വ്യക്തിയാണ്. ഇപ്പോ അങ്ങനെ അല്ലെങ്കിലും നിങ്ങൾ ആ നമ്പർ 1 ആയിരുന്ന കാലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഒന്ന് ഫൈറ്റ് ചെയ്യാൻ എനിക്ക് ഇപ്പോഴൊരു കൗതുകമുണ്ട്. നിങ്ങളെ ഇടിച്ച് കൊല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് ഞാൻ എങ്ങനെയാ വേണ്ടാന്ന് വെക്കുക. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.